സമൂഹത്തിലെ അധർമ്മങ്ങൾ കണ്ട് മനസ്സ് മടുത്തുപോയ ഒരാളായിരുന്നു റസൂലുള്ളാഹി. ആഗ്രഹമായിരുന്നു സമൂഹത്തെ എങ്ങനെയാണ് ശുദ്ധീകരിക്കുക. ആ ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിൽ ആകുലതകളായി വന്നു. അദ്ദേഹം ഏകാന്തനായി പോയിട്ട് ഇരുന്നു. കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒക്കെ വിട്ടു. ഇനി ഞാൻ പറയണ പോയിന്റ് സാധാരണ ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചിട്ടില്ലാത്തൊരു പോയിന്റായി. ഈ ആളുകളെ ഉപേക്ഷിച്ച് കുടുംബത്തെ ഉപേക്ഷിച്ച് പർവ്വതത്തിന്റെ മുകളിൽ കയറി ഇരിക്കുക മാത്രമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പർവ്വതത്തിന്റെ മുകളിലാണ് നിന്നതെങ്കിൽ നബിയുടെ ശ്രദ്ധ തെറ്റിപ്പോകും. നാനാഭാഗത്തുള്ള കാഴ്ചകൾ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റും. ഇത് റസൂൽ ചെയ്തില്ല. അവിടെ ഉണ്ടായിരുന്ന ഒരു ഗുഹയിൽ കയറിയിരിക്കുക. അപ്പൊ എന്താവും? അപ്പൊ നിങ്ങൾ ഒന്നുകൂടി ചിന്തിച്ചു നോക്കിയ വീട് വിട്ടു നടന്ന് പർവ്വതത്തിലെത്തി. തിരിച്ച് വീട്ടിലോട്ടുള്ള ചിന്തല്ല, നാട്ടുകാർ വേണം, ഒന്നുമില്ല, ഒറ്റക്കാണ്. അപ്പൊ പർവ്വതത്തിന്റെ മുകളിൽ ഇരിക്കുക മാത്രമല്ല അള്ളാഹുവിന്റെ റസൂൽ ചെയ്തു. ഒറ്റയ്ക്ക് ഇരിക്കുക മാത്രമല്ല ചെയ്തു. ഒറ്റയ്ക്ക് ഇരുന്നാൽ ശ്രദ്ധ പോകാത്ത വിധം ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഏകാഗ്രത ഒന്നുകൂടി കിട്ടി. ഇനി ആ ഗുഹയിൽ ഇരുന്ന് അപ്പൊ തന്നെ ജിബ്രീൽ വന്നില്ല. എന്താ വരാത്തതിനൊരു അടിസ്ഥാന കാരണമുണ്ട്. ഗ്രഹാതുരത്വം അനുഭവിക്കുന്നുണ്ട് റസൂൽ. വീട് വിട്ട ഖദീജയെ വിട്ട ഗ്രഹാതുരത്വം, മക്കളെയൊക്കെ ഉപേക്ഷിച്ച് ഗ്രഹാതുരത്വം. അപ്പൊ അതിൽ നിന്ന് മനസ്സ് അങ്ങനെയാണല്ലോ. നമ്മൾ ഗൾഫിലെത്തി ആദ്യത്തെ ദിവസം വല്ലാത്തൊരു ടെൻഷനാണ് അല്ലേ? ഭയങ്കരമായ ഒരു ടെൻഷനാണ്. അതിങ്ങനെ മെല്ലെ മെല്ലെ ഇല്ലാതെ 2 ദിവസം 3 ദിവസം 4 ദിവസം പിന്നെ അതങ്ങനെ മാഞ്ഞു പിന്നെ അത് എപ്പോഴാണ് ചൂടാകാന്ന് കഴിയും. നാട്ടിലേക്ക് പോകാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യും. ഇപ്പത്തണോന്നുള്ള എല്ലാവർക്കും മനസ്സിലായി. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇറാ ഗുഹയിൽ ഇരുത്തിയിട്ട് ഗ്രഹാതുരത്വം വിട്ട് നബിയിലേക്ക് പൂർണ്ണമായി ഒതുങ്ങി. ഇനി ശ്രദ്ധ എങ്ങോട്ട് തെറ്റാൻ സാധ്യതയില്ല എന്ന് വന്നപ്പോൾ അല്ലാഹു പറയണം, ജിബ്രീലിലേക്ക് പോയി കൊളി. ഒടുവിലത്തെ വഹീന്റെ തുടക്കം അതാണ്. ഇനി വഹിയില്ല, റസൂലുള്ളാഹിനോട് കൂടെ അത് അവസാനിക്കാൻ പോവാം. അപ്പോൾ അവിടെ ചെന്നിട്ട് എന്ത് പറയണോ? ഞാൻ ഇത് ഈ പോയിന്റ് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കും. അള്ളാഹുമായി ഒരു മനുഷ്യൻ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് സുജൂദിലാണ്. ആ സുജൂദ് ഉൾക്കൊള്ളുന്ന ഇബാദത്താണ് നമസ്കാരം. ശരിയല്ലേ? ആണ്. എന്നിട്ടും എന്തുകൊണ്ട് ഇറാ ഗുഹയിൽ നമസ്കരിക്കൂ എന്ന മെസ്സേജ് അള്ളാഹ് നൽകാതിരുന്നത്? നോമ്പിനെപ്പോലെ മനുഷ്യനെ ശുദ്ധീകരിച്ച ഒരു ഇബാദത്ത് എന്ന് സങ്കല്പിച്ച് നോക്കിക്കുക. നോമ്പിന്റെ ഒരു പ്രത്യേകത. എന്നിട്ടും മുഹമ്മദ് നബിയെ നിങ്ങൾ നോമ്പുകാരനാകണമെന്ന് പറഞ്ഞില്ല. ഉംറയും ഹജ്ജും തസ്കിയത്തിന്റെ പരിവർത്തനത്തിന്റെ മഹാസംഭവമായിട്ടും അള്ളാഹുവിന്റെ റസൂലിനോട് ആദ്യമായി പറയുന്നത് ഇഖ്റ, വായിക്കുക. നീ എല്ലാവരും ചിന്തിക്കും എന്താ വായിക്കേണ്ടത്? ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ചവനായ സൃഷ്ടാവിന്റെ നാമത്തിലായിരിക്കണം വായന. ഞാൻ വിചാരിക്കാം നബിക്ക് വായിക്കാൻ അവിടെ പുസ്തകമുണ്ടോ? അവിടെ പുസ്തകമുണ്ടോ? ഖുർആൻ തന്നെ ഒരു പുസ്തകം വായിക്കണ്ടോ? പിന്നെ എന്ത് വായിക്കാൻ പറഞ്ഞു? വായിക്കുക എന്നത് അമ്രാണ്, കൽപ്പനയാണ്. എന്ത് വായിക്കാൻ പറയും? സൃഷ്ടിച്ച സൃഷ്ടിനാഥന്റെ നാമത്തിൽ നിന്നെ അലക്കിൽ നിന്നും. അപ്പൊ എന്താ വായന? നീ സൃഷ്ടിക്കപ്പെട്ടത് എങ്ങനെ എന്ന പ്രപഞ്ചത്തിൽ നിന്ന്, നിന്നിൽ നിന്ന്. വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ വഫിൽ അർളി ആയാത്തുൽ ലിൽ മുഖ്മിനീൻ. അപ്പൊ പ്രപഞ്ച പുസ്തകത്തിൽ നിന്നുള്ള വായന പറഞ്ഞാ പറയും. അത്ഭുതകരമായ സൃഷ്ടിയുടെ പ്രതിഭാസങ്ങളെ കുറിച്ച് അഗാധമായി ചിന്തിക്കാനുള്ള ആ വായന. പുസ്തകങ്ങളില്ലാത്ത ലോകത്ത് പ്രപഞ്ചത്തിൽ നിന്ന് വായിച്ചെടുക്കുന്ന അക്ഷരക്കൂട്ടുകളെ കുറിച്ചാണ് ആദ്യമായി പറയുന്നത്. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിസ്കരിക്കാൻ, നോമ്പ് നോൽക്കാൻ, സക്കാത്ത് കൊടുക്കാൻ, ഹജ്ജ് ഉംറ തൊട്ട് നിർവഹിക്കാൻ പറയുന്നതിന് മുമ്പ് 2 തവണയായിട്ട് എത്ര എന്ന് അള്ളാഹ് ഉപയോഗിക്കുന്നു ആ 5 വചനത്തിനിടയിൽ അല്ലെ? 95 അധ്യായം 1 മുതൽ 5 വരെയുള്ള വചനത്തിൽ. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പന പഠിക്കാനാണ്, വായിക്കാനാണ്. ഇനി ഇന്ന് ഇഖ്റ എന്ന് പറഞ്ഞു നോക്കിയേ. ഇന്നിപ്പോ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഇഖ്റ എന്ന് പറഞ്ഞാൽ വായിക്കുക. എന്ത്? ഇവിടെ ഒരുപാട് ലൈബ്രറി ഉണ്ട്, ലോകത്ത് ഒരുപാട് ലൈബ്രറി ഉണ്ട്. അവിടുത്തെ പുസ്തകങ്ങളുണ്ട്, അനേക ഗ്രന്ഥങ്ങളുണ്ട്, അനേക ടോപ്പിക്കുകളുണ്ട്. ഒരു നിസ്സാരമായ വിഷയത്തിൽ പോലും ഇത്ര വലിയ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒരു കുളിയുടേത് പോലും ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത. ഒരു ചെറിയ കാര്യം, ഒരു പല്ല് തേക്കുന്നത് പോലും അത്രമേൽ വികസിപ്പിച്ച് എഴുതിയിട്ടുള്ള. ഞാൻ മദീനയിൽ പോയി, അവിടെ ഉണ്ട് ലൈബ്രറി, ഹറമുമായി ബന്ധപ്പെട്ടൊരു ലൈബ്രറി. അത് നമുക്കൊക്കെ അവിടെ 10 ജന്മം നൽകിയാലും വായിച്ചാൽ തീരാത്ത പുസ്തകങ്ങളാണ്. അപ്പൊ അള്ളാഹു നമ്മളോട് ആദ്യമായി പറയുന്നത് വായിക്കാനാണ്.
ഈ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ സാധാരണ നമ്മൾ കേട്ടൊരു വാചകമാണ്, വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും. അപ്പൊ വായന എന്നത് ഒരു വലിയ സംഭവമായിട്ടാണ് നമ്മളൊക്കെ കാണുന്നത്. ആ അർത്ഥത്തിൽ നമുക്ക് വായിക്കേണ്ട ഒരു ഗ്രന്ഥം ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ട്. അത് ഖുർആനാണ്, സുന്നത്താണ്, ഇസ്ലാമാണ്, കർമ്മശാസ്ത്രമാണ്, ഫിഖ്ഹാണ്, ബലാഗയാണ്. എന്തൊക്കെ വായിക്കാനുണ്ട്, എന്തൊക്കെയോ വായിക്കാനുണ്ട്. ഈ ഗ്രന്ഥങ്ങളൊക്കെ മുന്നിലുള്ള ഒരു സാഹചര്യത്തിലും അതെന്താണ് അതിലെന്താണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടില്ല. ഒരു പുസ്തകത്തെ തൊട്ടുയിഞ്ഞ് അല്ലെ, ഒരു 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 പുസ്തകത്തെ സ്നേഹിച്ച്, അതാരാണ്? അത് നിന്റെ കാമുകിയാണ്. പിന്നെ അതാരാണ്? നിന്റെ ഉപ്പയാണ്, നിന്റെ ജ്യേഷ്ഠനാണ്, നിന്റെ കൂട്ടുകാരനാണ്. നിനക്ക് ഏറ്റവും ബന്ധമെന്ന് തോന്നുന്നതിനേക്കാൾ മഹനീയമായ ഒരു ബന്ധം ആ വായനയും ഗ്രന്ഥവുമായിട്ടുണ്ട്. എവിടെ വായന പൂത്തുല്ലസിക്കുന്നുവോ അവിടെ സംസ്കാരം സമ്പന്നമാകും. എവിടെ വായന മരിച്ചു പോകുന്നുവോ അവിടെ സംസ്കാരം മരിച്ചു പോവുകയും ചെയ്യും. ഇനി ഈ ഒരു കുഞ്ഞു സ്ഥാപനം 6 സെന്റില് എന്തൊക്കെ ചെയ്യാനാകുമോ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനിയും ഇതിനെ വികസിപ്പിക്കാനാകുമോ എന്നൊന്നും ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനുമായി വന്നു. ഇഖ്റയിന് ശേഷം അതാണ് എന്റെ പോയിന്റ്. ദീനുമായി വന്നു. അപ്പൊ ഈ ദീന് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. നോക്കൂ, അന്തിർ അശീറത്തക്കൽ അഖ്റബീൻ. ഖുർആനിൽ അങ്ങനെ ഒരു ആയത്തുണ്ട്. 26-ാം അധ്യായം സൂറത്ത് ശൂറാ 214-ാമത്തെ വചനമാണ്. അന്തിർ അശീറത്തക്കൽ അഖ്റബീൻ. ആ അശീറത്തക്കൽ അഖ്റബീൻ എന്ന് പറഞ്ഞാൽ 2 പദവും ഒരേ ആശയത്തിലാണ്. അത്ര ഗൗരവപ്പെട്ട ഒരു കാര്യം പറയാം. നിന്റെ ഏറ്റവും അടുത്തവർക്ക് നീ ആശയം എത്തിച്ചു കൊടുക്കണം. ഏതാശയം? ഇസ്ലാമാകുന്ന ദൈവീകമായ മതത്തിന്റെ ഈ ഒടുവിലത്തെ പൂർത്തീകരിക്കപ്പെട്ട സന്ദേശം. എന്താ അങ്ങനെ പറഞ്ഞ് മനസ്സിലായോ? അതായത് ആദം നബി അലൈഹി ഇസ്ലാമിൽ നിന്ന് ആരംഭിച്ച് നൂഹ് നബിയിലൂടെ പ്രബോധനത്തിന്റെ ചാലുകീറി അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ എത്തി. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും അൽ-ഇസ്ലാമ ദീന. ദുൽഹജ്ജ് 9. അൽയൗമ ഇൻവെർട്ടഡ് കോമ, അത് രണ്ടിന്റെ ഉള്ളിൽ അൽയൗമ പർട്ടിക്കുലർ ഡേ, ആ ദിവസം ഇസ്ലാം പൂർത്തിയാകും. അത് നീ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കും. ലൗഹുൽ മഹ്ഫൂസിൽ ഉണ്ടായിരുന്ന മുഴുവൻ മെസ്സേജും സന്ദർഭത്തിനനുസരിച്ച് അല്ലാഹുവിന്റെ റസൂലിനെ അവതരിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹ് പറയാനുണ്ട്. എന്ത് പറയാനുണ്ട്? ഈ 16-ാം അധ്യായം സൂറത്തു നഹ്ലിലെ 46-ാമത്തെ വചനത്തിൽ പറയാണ്, ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം, ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം. താങ്കൾക്ക് നാം അവതരിപ്പിച്ചതിനെ താങ്കൾ ജനങ്ങൾക്ക്, അന്നാസിന്, അന്നാസ് ലോക ജനങ്ങൾക്ക്, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി, ജൈനൻ, ബൗദ്ധൻ, മതമുള്ളവൻ ഇല്ലാത്തവനും എല്ലാവർക്കും ഉള്ളതാണ് ഈ മതം. അതുകൊണ്ട് അന്നാസിന് അത് വിവരിച്ചു കൊടുക്കൂ നബിയെ. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത് ആ ബാധ്യത റസൂൽ നിർവഹിക്കൽ നിർബന്ധമാണ്. അതിൽ ഒരക്ഷരവും കടത്തിക്കുട്ടാനുള്ള അവകാശം റസൂലിന് ഇല്ല, അള്ളാഹുവിന്റെ പേരിൽ ഒന്നും. അങ്ങനെ വന്നാൽ അദ്ദേഹത്തിന്റെ ജീവനാടി മുറിച്ചു കളയുന്ന 69-ാം അധ്യായം 44, 45, 46 വചനങ്ങളിൽ ആ ജീവനാടി മുറിച്ചു കളയുന്ന പറയും. ശ്രദ്ധിക്കുക. ഒന്നുകൂടി ഒരു കാര്യം കൂടി, ഈ സദസ്സിലേക്ക് ആളുകൾ നിന്ന് വരുമല്ലോ. സദസ്സിലേക്ക് ആളുകൾ സ്വാഭാവികമാണ്. ഒരു സദസ്സ് അത് തുടക്കത്തിൽ കുറച്ചാളോ, പിന്നെ കുറച്ചാളോ, പിന്നെ ഓരോരുത്തർ വരും. ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് എണീറ്റ് പോകും. അപ്പൊ നമ്മൾ സാധാരണ ചെയ്യലെങ്ങനെ അറിയും? ഒരാളിപ്പോ ആ ഡോറ് കടന്നു അയാളെ കൊണ്ട് ഇരുത്തി ഇനി ഇവിടുന്ന് ഒരാൾ പോവാൻ അയാൾ പുറത്തേക്ക് തട്ടി. അത് വേണ്ട. പക്ഷികൾ ഷോൾഡറിൽ ഇരുന്നാൽ ആ ഷോൾഡറിന് പക്ഷികൾ ഇളകി പോകുന്നത് അവർ ശ്രദ്ധിച്ചിരുന്നു. അത്രയും ഏകാഗ്രത. ഈ മഹാനായ സ്വഹാബി പിന്നെ ജഅഫർ ബിൻ അബി താലിബിനെ പറ്റിയൊക്കെ പറയും. നബിയുടെ സദസ്സിന് ഇങ്ങനെ കൈ കൊടുത്തിട്ട് നബിയുടെ മുഖത്തേക്ക് അപ്പൊ ചോദിക്കും, പോണ്ടേ? പോകുന്നില്ല. ക്ലാസ് കഴിഞ്ഞാലും അങ്ങനെ ഇരിക്കും. ഇല്ല നബിയെ, എനിക്ക് വെളിച്ചമേകിയത് നിങ്ങളിലൂടെ. ഞാൻ നിങ്ങളെ എൻ്റെ മാതാപിതാക്കളെ പ്രായച്ചിത്തമായി തന്ന് നിങ്ങളെ സംരക്ഷിക്കാൻ ഞാൻ പ്രതിജ്ഞാബദ്ധനാണ്. അത്ര ആത്മാർത്ഥമായിട്ടാണ് അവർ ഇൽമിന്റെ സദസ്സിൽ ഇരുന്നിരുന്നത്. അതുകൊണ്ട് ആ ഒരു ചര്യ നിങ്ങൾ പാലിക്കണം. ഞാൻ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വെളിച്ചം കിട്ടി. യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വഖിയാമക ഫതഹ്ഹിർ. 74-ാം അധ്യായം 1 to 4 വരെയുള്ള വചനം. ആ ജനങ്ങൾക്ക് അല്ലാഹുവിനെ പറ്റി പഠിപ്പിച്ചെടുക്കുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇതിനൊരു അവസരം ഉണ്ടാവണം. ഇസ്ലാമിലേക്ക് വന്ന ആളുകളുണ്ടല്ലോ, കുറച്ച് ആളുകൾ അവർക്ക് ക്ലാസ് എടുക്കണം. ഇനി ഞാൻ പറയുന്ന പോയിന്റ് നല്ലോണം ശ്രദ്ധിക്കും. ക്ലാസ് എടുക്കണം. അപ്പോ അർക്കം റളിയല്ലാഹു തആല എന്ന് പറഞ്ഞ നബിയെ, നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ
ആ പർവ്വതത്തിന്റെ പ്രാന്തപ്രദേശത്ത് അതിന്റെ ഉയരത്ത് എന്റെ ഒരു കൊച്ചു കുടിലുണ്ട്. ആ കുടിലിൽ വെച്ച് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ശരിക്കും ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ദാറുൽ അർഖം എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ദാറുൽ അർഖം നമ്മൾ തിരുവനന്തപുരത്ത് ഒരു സ്ഥാപനം ദാറുൽ അർഖം. എന്തേ പേര് കൊടുക്കാൻ കാരണം? എന്താണ് പേര് സ്വീകരിക്കാനുള്ള മോട്ടിവേഷൻ എന്താണ്? ഈ ദാറുൽ അർഖം എന്ന് നിങ്ങൾ വിചാരിച്ചോ, വലിയ സൗകര്യമുള്ള സ്ഥലം. നമുക്കിവിടെ 6 സെന്റ് ഇല്ലേ? ഇതൊരു കൊച്ചു കുടിലിനെ കുറിച്ചായി പറയുന്നത്. ഈ കുടിലിൽ വന്ന് ചമ്രം പടിഞ്ഞിരുന്ന് ദീന് പഠിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. അങ്ങനെയാണ് ആ കൊച്ചു കുടിലിൽ വെച്ചാണ് നബിയുടെ ആരംഭം. ആ കൊച്ചുകുടിൽ അങ്ങനെ തെരഞ്ഞെടുക്കാനുള്ള കാരണം, ശത്രുക്കളുടെ ശ്രദ്ധ പതിയാത്ത ഇടം, പാർത്തും പതുങ്ങിയും ഇൽമ തേടി വന്നവർ. നോക്കൂ, ആധുനിക കേരളത്തിൽ പാർത്തും പതുങ്ങിയും ഇൽമ പഠിക്കേണ്ട അവസ്ഥ നമുക്ക് ഇന്നില്ല. പടച്ചോനെത്തിച്ചിട്ടില്ല. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, ഇന്നില്ല. ചിന്തിക്കാനാണ് പറയുന്നത്. ഈ ദാറുൽ അർഖമിലേക്ക് ഇനി ഞാൻ പറയുന്ന വാചകം ശ്രദ്ധിക്കും നിങ്ങൾ. മഹാനായ അബൂ ദർ ഗിഫാരി, അദ്ദേഹത്തിന് അനുജൻ ഉണ്ടായിരുന്നു. അനുജനെ നബി വന്നു, മക്കയിൽ അതിന്റെ ദഅവത്ത് തുടങ്ങി എന്നൊക്കെയുള്ള വിവരം കിട്ടിയപ്പോ ഈ ഞാൻ പറഞ്ഞത്, നിങ്ങളിന്റെ കൂടെ തന്നെ ഉണ്ടാവണം, എന്നാലേ നമുക്ക് ഈ വിഷയത്തിന്റെ ഒരു പൂർണ്ണത വരുള്ളൂ. അപ്പൊ ദാറുൽ അർഖമിലേക്ക് അബൂ ദർ ഗിഫാരിക്ക് വരണം. ശരിക്കും പറയണം. ഇപ്പൊ മക്കത്ത് വരുന്ന സമയത്ത് മുഹമ്മദ് നബീനെ ചോദിക്കുകയോ ദാറുൽ അർഖമിന്റെ വീട് ചോദിക്കുകയോ ചെയ്ത വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് അദ്ദേഹം വന്നു. അപ്പൊ ആരോടൊക്കെ സംസാരിക്കൊന്നും അറിയില്ല. അപ്പൊ ഒരാളിങ്ങനെ നടന്നു പോകുന്നുണ്ട്. അപ്പൊ അയാളോട് മെല്ലെ ചോദിച്ചു, എനിക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് കാണണം. അപ്പൊ ഈ മനുഷ്യൻ അദ്ദേഹത്തോട് പറഞ്ഞു, മിണ്ടല്ലേ, മുഹമ്മദ് നബീനെ കാണണം എന്നുള്ളത് ഉറക്കെ പറയല്ലേ. ഞാനിങ്ങനെ നടക്കും. ശരിക്കും ചിന്തിക്കാൻ നടക്കും. ഞാനിങ്ങനെ നടക്കും. എന്റെ പിറകിൽ നിങ്ങൾ നടക്കുക. പക്ഷെ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുകയാണെന്ന് ഒരിക്കലും ആരും തോന്നരുത്. അപ്പൊ അലസമായി നിങ്ങൾ എന്നെ ആരെങ്കിലും കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നിൽക്കാം, പിന്നെ എന്റെ കൂടെ ഇങ്ങനെ വരിക. അത് നിങ്ങൾ മനസ്സിൽ വെച്ച് നോക്കി. നമ്മുടെ ഈ ക്ലാസ്സിലേക്ക് ഒരുത്തരം ഒളിച്ച് ആരും കാണാതെ വരേണ്ട ഒരവസ്ഥ നിങ്ങൾ ചിന്തിക്കും. അങ്ങനെ വന്ന് മെല്ലെ അദ്ദേഹത്തിന്റെ കൂടെ ചെന്ന് ദാറുൽ അർഖമിൽ കയറിയ അബൂ ദർ ഗിഫാരി ആദ്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അസ്സലാമു അലൈക്കും. ആദ്യമായിട്ട് സലാം പറഞ്ഞ ആളാണ് അബൂ ദർ ഗിഫാരി. മനസ്സിലായിക്കോളൂ. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ സ്വീകരിച്ചു. ഇനി ഞാൻ പറയുന്ന അടുത്ത പോയിന്റ്, അവിടെ വന്നു അബൂ ദർ ഗിഫാരി പറഞ്ഞു, ഇങ്ങനെ ഒരു നബിയെ നിയോഗിച്ചു എന്ന് കേട്ടു. ഞാൻ ഓടി വന്നതാണ്. ഗിഫാർ ഗോത്രം എന്ന് പറഞ്ഞാൽ മോഷ്ടാക്കളുടെ ഒരു സംഘമാണ്. വഴിയാത്രക്കാരെ കൊള്ള ചെയ്ത് ജീവിച്ച ആളുകളാണ് ഗിഫാർ ഗോത്രം. ആ അബൂ ദർ ഗിഫാരി അടി മുതൽ മുടി വരെ റസൂലുള്ളാഹി നോക്കുന്നുണ്ട്. കാരണം ആ ഗോത്രത്തെ കുറിച്ച് അത്രമേൽ ഭീകരമാണ് അവസ്ഥ. അവിടെ നിന്നാണ് അബൂ ദർ ഗിഫാരി വരുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു നബിയെ കുറിച്ച് കേട്ടു, എനിക്കിത് പഠിക്കണം. ഞാൻ പറയുന്നത്, അവിടെ ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ ഉണ്ട്, ഞാൻ ഇങ്ങനെ കേട്ടു. പക്ഷേ ഞാൻ ഇവിടെ എന്താ നടക്കുന്നത്, എനിക്ക് കൂടെ പറ്റുമോ നോക്കാൻ ആരെങ്കിലും ഒരാൾ ഇങ്ങനെ പറഞ്ഞു ഇവിടെ വന്നിട്ടുണ്ട്. അബൂ ദർ എന്തുകൊണ്ട് സ്വർഗാവകാശി? അബൂ ദർ എന്തുകൊണ്ട്? അബൂ ദർ ഗിഫാരിയുടെ ക്വാളിറ്റി എന്താണെന്ന് ഞാൻ പിന്നീട് പറയാം. ഈ അബൂ ദർ ഗിഫാരി അവിടെ വന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചോദിച്ചു, പഠിച്ചു. പഠിച്ചിട്ട് അബൂ ദർ ഗിഫാരി പിന്നെ എത്തുന്ന എങ്ങോട്ടാണ്? മക്കയുടെ അടുത്തേക്കാണ്, കഅബത്തിന്റെ അടുത്തേക്കാണ്. ഒറ്റ ക്ലാസ്സാണ് കിട്ടിയെന്ന് ഓർക്കണം. അപാരമായ കിതാബുകളൊന്നും പഠിച്ചിട്ടില്ല. ഇന്ന് കാണുന്ന ഒരു കിതാബും ഇല്ല. അള്ളാഹുവിന്റെ റസൂൽ ആരാധനക്കർഹൻ അല്ലാഹ് മാത്രമാണ് എന്നത് പഠിപ്പിച്ചു. ലാ ഇലാഹ ശരിക്കും അത് ഉൾക്കൊണ്ട് ഇതൊന്നും ആരാധിക്കപ്പെട്ടുള്ള ഇല്ലല്ല. ഇതൊരു വലിയ ആശയമാണ്. അതുകൊണ്ടാണ് സൂറത്ത് മുഹമ്മദ് 47-ാം അധ്യായം 19-ാമത്തെ വചനം, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഫഅലം ഫഅലം അത് നിങ്ങൾക്കാണ്. ഹാദാ ബലാഉൻ ലിന്നാസ് വലിയുൻദറു ബിഹി വലിയഅലമു വലിയസ്മഉമല്ല വലിയഅലമു അന്നമാ ഹുവ ഇലാഹുൻ വാഹിദ്. സൂറത്ത് ഇബ്രാഹിമിന്റെ അവസാനത്തെ വചനം 52-ാമത്തെ വചനം. ആ വചനത്തിലുള്ള എന്താണ്? ഹാദാ ബലാഉൻ ലിന്നാസ്, ഇത് ജനങ്ങൾക്കുള്ള ഒരു ബലാഅണ്, എത്തിക്കലാണ്. ഇതുകൊണ്ട് നീ അവർക്ക് താക്കീത് നൽകണം. എന്നിട്ട് എന്താ പറയുന്നത്? വലിയഅലമു, അവരറിയണം, അവർ മനസ്സിലാക്കണം അല്ലാഹുവല്ലാതെ ആരാധനക്കണം. വലിയസ്മഉമല്ല, തൗഹീദ് കേട്ടാ പോരാ, അവർക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയണം അല്ലാതെ ആരാധനക്കർഹനില്ല. അതാണ് ഇൽമ. അതാണ് ഇൽമ. അത് അബൂ ദർ ഗിഫാരിയുടെ ഹൃദയത്തിൽ സ്ട്രൈക്ക് ചെയ്തിട്ട് അബൂ ദർ ചോദിക്കാൻ, ഇങ്ങനെ ഒരു ഇൽമുണ്ടെങ്കിൽ ഇത് കെട്ടിപ്പൊട്ടി വെക്കുക, അത് സാധ്യമല്ല. നബിയുടെ അനുവാദമില്ല, സമ്മതമില്ല, ഒന്നുമില്ല. അബൂ ദർ ഗിഫാരി കഅബത്തിന്റെ അടുത്ത് ഒരു ഒറ്റ പ്രസംഗം തൗഹീദ്. ഒരു ക്ലാസ് കൊണ്ടാണ് തൗഹീദ് പറയാനുള്ള മോട്ടിവേഷൻ കിട്ടുന്നത്. അടുത്ത് നല്ലോണം അടിയിട്ട് നല്ല പരിക്കും പറ്റി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് വന്നു.
നബി പറഞ്ഞു, ആരാ നിന്നോട് ഈ പറഞ്ഞ് മനസ്സിലാക്കി പറയാൻ പറഞ്ഞത്? അതിനെ പറ്റിയൊരു സിറ്റുവേഷൻ ഇവിടെ ഇല്ല. നീ ഒന്നും പഠിച്ചിട്ടില്ല, ഇപ്പൊ പറയാനായിട്ടില്ല എന്നല്ല. ഇത് പറയാ, അത് ഭയങ്കര പോയിന്റാണ്. അത് ഇതും പറയാനുള്ള സിറ്റുവേഷൻ അല്ലാന്നാ. ഇത് കിട്ടിയ നിനക്ക് തൗഹീദ് പറയാൻ അവകാശമല്ല എന്നല്ല. അത് ഭയങ്കരമായ എന്നെ ഭയങ്കര സ്ട്രൈക്ക് ചെയ്തൊരു പോയിന്റാണ്. കാരണം ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ട ഒരു മീൻകാരനാണെങ്കിലും അയാൾക്കും പറയാം തൗഹീദ്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അപ്പോൾ അബൂദറിന്റെ മനസ്സിങ്ങനെ അങ്ങനെയാണ്. ആദ്യമായിട്ട് വെളിച്ചം കിട്ടിയൊരാൾക്ക് ആ വെളിച്ചം ഇങ്ങനെ പകർന്നു കൊടുക്കാനുള്ള ഒരു വെമ്പലുണ്ടാവും. നല്ലൊരു മനുഷ്യനായിരുന്നു. അപ്പൊ രണ്ടാമത്തെ ദിവസം ചെല്ലുമ്പോൾ അവിടെ രണ്ട് സ്ത്രീകൾ ബിംബത്തെ ആരാധിക്കുന്നതാണ് കാണുന്നത്. അബൂദർ കാണുന്ന രണ്ട് സ്ത്രീകൾ ബിംബത്തെ ആരാധിക്കുന്നു. അദ്ദേഹത്തിന് സഹിച്ചില്ല. അദ്ദേഹം അതിനെ വിമർശിച്ച് പ്രസംഗിച്ചപ്പോൾ സ്വാഭാവികമാണ് സ്ത്രീകൾ ബഹളുണ്ടാവും. സ്ത്രീകൾ ബഹളുണ്ടാക്കിയപ്പോൾ എല്ലാവരും കൂടി നല്ലോണം അടി കിട്ടി. ചോരയൊക്കെ വന്നോ, ചോര വിൽപ്പിച്ചല്ല എന്ന ബസ്സിലെത്തി. വ്യക്തി, കുടുംബം, സമൂഹത്തിന്റെ വ്യക്തി ഞാൻ ഇവിടെ ക്ലിയർ ചെയ്യാം. ഇത് ശരിക്കും ചോദിച്ചോളേ, ഈ വ്യക്തി രണ്ടാമത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് വന്നപ്പോൾ നബി പറയാണ്, അതുവരെ ഇവിടുത്തെ സിറ്റുവേഷൻ മഹാമോശം, നീ നിന്റെ നാട്ടിലേക്ക് പോയിക്കും. എന്താണ്? നീ നിന്റെ നാട്ടിലേക്ക് പോയിക്കും. എന്നിട്ടോ മിണ്ടാതിരിക്കുന്ന അല്ല, നീ ഇവിടെ നോക്കുന്ന ഈ കലിമത്ത് ഷഹാദ ഉണ്ടല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് നിന്റെ നാട്ടുകാരോട് ഉണ്ടാകുന്നേക്ക്. രണ്ട് കാര്യമാണ് കിട്ടിയത്. ഒന്ന്, കിതാബിൽ അപാരമായ ഡെപ്ത് നേടിയതിന് ശേഷമേ ദൈവത്ത് പാടുള്ളൂ പറഞ്ഞവർക്ക് ആരാ ഖണ്ഡന ചെയ്തത്? മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിനക്ക് ഖുർആൻ എത്ര അധ്യായം അറിയാന്ന് ചോദിച്ചോ? അല്ല, നീ എന്തൊക്കെ പഠിച്ചെന്ന് ചോദിച്ചോ? എന്തൊക്കെ കായിക അറിയാന്ന് ചോദിച്ചോ? ഒന്നുമല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ട് ഷാഫിഈ ചൊല്ലി അതൊരൊറ്റ അംഗീകാരം. പോയിട്ട് നിന്റെ ഗോത്രത്തിൽ ഇത് പറഞ്ഞോ, ഇത് പറഞ്ഞോ, ഇത് ഈ മനസ്സിലാക്കിയത് പറഞ്ഞോ. അതുകൊണ്ടാണ് ഖുർആൻ എന്ത് പറഞ്ഞത്? ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ് അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി. നോക്കൂ, അവിടെ എന്താ പറഞ്ഞത്? 12-ാം അധ്യായം 108 സൂറത്ത് യൂസുഫ്. ഇതാകുന്നു എന്റെ മാർഗം, ഞാൻ നിങ്ങളെ ഇതിലേക്ക് ക്ഷണിക്കുന്നു. അലാ ബസീറത്തിന്, ഈ വിഷയത്തിൽ ഉൾക്കാഴ്ചയുടെ. അപ്പൊ തൗഹീദിൽ ഉൾക്കാഴ്ചയുള്ള ഒരാൾക്ക് ആ മനസ്സിലാക്കിയത്, കാരണം അയാൾ ഉൾക്കൊണ്ടത് അടുത്ത് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. എന്നെ മാറ്റിയത് ഇതാണ് എന്ന് പറയാൻ പറ്റും. അപ്പൊ അബൂദർ ഗിഫാരി സന്തോഷത്തോടു കൂടി നാട്ടിലേക്ക് മടങ്ങി. ഇനി ഞാൻ പറയും നോക്കട്ടെ, എന്റെ ജീവിതത്തിൽ ഉണ്ടായ കുറെ അനുഭവങ്ങൾ ഞാൻ ഇതിലൂടെ ഏഡ് ചെയ്യാൻ വിചാരിക്കുകയാണ്. എന്തിനെന്ന് വെച്ചാൽ നമുക്ക് ഞാൻ ഓച്ചിറ ടെമ്പിളിൽ പ്രസംഗിച്ചു. ഒരു ഉദാഹരണമാണ് പറയാം. ഓച്ചിറ ടെമ്പിളിൽ 50 മിനിറ്റാണ് അന്നത്തെ പ്രസംഗം. 20 മിനിറ്റാണ് അധ്യക്ഷൻ അനുവദിക്കുന്നത്. പിന്നീട് അധ്യക്ഷൻ അത് നീട്ടി 50 മിനിറ്റ് അനുവദിച്ചു. ആ പ്രസംഗത്തിന്റെ കണ്ടന്റ് കൊണ്ടാണ് ആ പ്രസംഗം 50 മിനിറ്റ്. അപ്പൊ അന്ന് സ്വാമിജി ഉണ്ട്, ഞാനുണ്ട്, പള്ളിയിലച്ഛനുണ്ട്, എല്ലാവരും. അപ്പൊ ഒരു ഹിന്ദു പെൺകുട്ടി അവിടെ എഴുന്നേറ്റിട്ട് എന്നോടും ഒരു ചോദ്യം, സ്വാമിജിയോടും ചോദ്യം, ഒരേ ചോദ്യം. ഞങ്ങൾ രണ്ടാളും ഉത്തരം കൊടുക്കണം. അപ്പൊ അദ്ദേഹം മനസ്സിലാക്കിയ അനുസരിച്ച് ഉത്തരം, ഞാൻ മനസ്സിലാക്കിയ അനുസരിച്ച് എന്റെ ഉത്തരം. അങ്ങനെ ഉത്തരമൊക്കെ പറഞ്ഞു. ഞങ്ങൾ പോന്നു. കാലചക്രം ഒരുപാട് കറങ്ങി. 2 വർഷം കണ്ടു കഴിഞ്ഞു. ഈ ഓച്ചിറ ടെമ്പിളിന്റെ കീഴിൽ വീണ്ടും ഒരു പരിപാടി വന്നു. ഞാൻ അവിടെ ചെന്ന് പ്രസംഗിച്ച് കഴിഞ്ഞ് ഇറങ്ങുമ്പോ ഒരു പെൺകുട്ടി, ഭർത്താവിന്റെ കൂടെ ഒരു പെൺകുട്ടി അത് വന്നു. എന്നെ മനസ്സിലായോ എന്ന് ചോദിച്ചോ? ഞാൻ പറഞ്ഞില്ല. അന്ന് ചോദ്യം ചോദിച്ച ആ പെൺകുട്ടിയാണ് ഞാൻ. ഇന്ന് ഓച്ചിറ ടെമ്പിളിൽ ഞാൻ ഇസ്ലാം സ്വീകരിച്ചു, എന്റെ ഭർത്താവാണ് എന്നുള്ളത് വരുന്നത്. അതോ അപ്പൊ ഞാൻ ചോദിച്ചു, എവിടെയാണ്, എങ്ങനെയാണ്? പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പൊ ഒരു വെളിച്ചം നമ്മളറിയാതെ അന്ന് എനിക്ക് വേറെ അനുഭവം. 2 മാസം കഴിഞ്ഞ് ഓച്ചിറ ടെമ്പിളിലെ പരിപാടി കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞിട്ട് ഓസ്ട്രേലിയയിൽ നിന്ന് പാലക്കാട്ടുകാരനായ ഒരു മണികണ്ഠൻ, ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്, അയാളുടെ എന്നെ ജയ്സാറല്ലേ എന്ന് ചോദിച്ചിട്ടാണ് വിളിക്കുന്നത്. അവൻ ജാതിവാദ ശരിയാണ്. ഞാൻ ഇങ്ങനെ മണികണ്ഠനാണ്, പാലക്കാടാണ്, ഇപ്പൊ ഞാൻ ഓസ്ട്രേലിയയിലാണ്. ഞാൻ ഓച്ചിറ ടെമ്പിളിലെ പ്രസംഗം കേട്ടു. ഞാൻ ഇസ്ലാമായിട്ട് കുറച്ചായി. ഇവിടെ എനിക്ക് ബന്ധപ്പെടാൻ പറ്റിയ സംഘടനകൾ ഏതാണെന്ന് ചോദിച്ചു. ഞാൻ പറയുന്നത്, ഒരു പ്രസംഗം നമുക്കറിയില്ല ആർക്കൊക്കെയാണ് ഇത് ഹിദായത്ത് വെളിച്ചാകുക, നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ മനസ്സിൽ കിട്ടിയൊരു വെളിച്ചം നമ്മൾ പകർന്നു കൊടുക്കുന്നുണ്ടാകുന്ന മാറ്റത്തെ കുറിച്ചാണ്. ഈ അബൂദർ ഗിഫാരിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറയണേ? ഇവിടുന്ന് പൊയ്ക്കോ, നിന്റെ ഗോത്രത്തിലേക്ക് പൊയ്ക്കോ. നീ ഇവിടുന്ന് ഉൾക്കൊണ്ട് നെഞ്ചിലേറ്റിയൊരു വെളിച്ചല്ലേ, ഒന്നൊരു ചിന്തി, നെഞ്ചിലേറ്റിയൊരു വെളിച്ചല്ലേ നിനക്ക് കിട്ടിയൊരു വെളിച്ചം. ആ വെളിച്ചം നിനക്ക് ഉൾക്കാഴ്ച നൽകുന്നതുകൊണ്ടാണ്. അത് നീ നിന്റെ നാട്ടുകാരോട് പറഞ്ഞു. നീ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നോക്കുക, നമുക്ക് കിട്ടിയ വെളിച്ചം നമ്മുടെ വീട്ടിലെങ്കിലും നമുക്ക് കൃത്യമായിട്ട് പകർന്നു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ കൂടെ കിടക്കുന്ന ഭാര്യയ്ക്ക് ഈ വെളിച്ചം പകർന്നു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ ബീജത്തിൽ പറഞ്ഞ മക്കളോട് നമുക്ക് കൃത്യമായി ഈ വെളിച്ചം പകർന്നു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ?
നമ്മുടെ അയൽവാസികൾക്ക് ഈ വെളിച്ചുണ്ടായിട്ടുണ്ടോ? ഞാൻ ഒരു കാര്യമാണ് പറയുന്നത്, അബൂദർ ഗഫാരിയുടെ കൊച്ചുകുടിയിൽ നിന്നേറ്റ പ്രകാശം. ഇനി പോയിന്റ് ഒന്നുകൂടെ ശ്രദ്ധിച്ചോ. ഈ പ്രകാശം ഇന്ന് ലോകത്ത് ഇവിടെ ഇരുന്നുകൊണ്ട് ഞാൻ വിവരിക്കുകയാണ്. ആർക്കൊക്കെ വിളിയുണ്ട്? ദാർലർക്കം, അർക്കമിനാണെന്ന്. കാരണം തുടക്കവിടെയാണ്. ഇന്ന് കാണുന്ന വിശാലമായ മുസ്ലിം ലോകം, ലൈബ്രറിയും പണ്ഡിതന്മാരും ക്ലാസും കോളേജും മസ്ജിദുകളും മദ്രസകളും ഇതെല്ലാം ഉണ്ടായതിന്റെ ഒരു കൂലി ആർക്ക് കിട്ടും? ആദ്യമായി നബി എന്റെ വീട്ടിൽ വെച്ച് ക്ലാസ് എടുത്തോളി എന്ന് പറഞ്ഞ അബൂദർ ഗഫാരി അവിടെ തുടങ്ങിയതാണ് മദ്രസയെല്ലാം, ഈ ഇസ്ലാമിക ക്ലാസ് മുഴുവൻ. അപ്പൊ ആ സഹാബിക്ക് കിട്ടുന്ന കൂലിയുടെ ആഴവും തരപ്പും. ഈ അബൂദർ ഗഫാരി തിരിച്ചു നാട്ടിലെത്തിയിട്ട് അനുജനോട് ഈ കാര്യം പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് കിട്ടിയ വെളിച്ചം അനുജനോട്. അനുജൻ അത് സ്വീകരിച്ചു. അൽഹംദുലില്ലാഹ്. അനുജൻ സ്വീകരിച്ചപ്പോൾ അവർ രണ്ടുപേരും ഇനി ഉമ്മാനോട് പറയാം, നമ്മുടെ ഉമ്മാനോട് പറയാം. കാരണം എന്താ? യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാക്കണം. 66-ാം അധ്യായം സൂറത്ത് തഹ്രീം 6-ാമത്തെ വചനം. അപ്പൊ അതുകൊണ്ട് അനുജനോട് പറഞ്ഞു, ഭയങ്കര ഒരു ത്രില്ല്. അത് കഴിഞ്ഞ് ഉമ്മാനോട് പറഞ്ഞു. ഉമ്മാന്റെ മനസ്സ് മാറി. നമ്മൾ ശരിക്കും ചിന്തിക്കുക മനുഷ്യന്റെ മനസ്സ്. കാരണം അബൂദർ ഗഫാരി കഅബാലയത്തിൽ 2 ദിവസം പറയും അദ്ദേഹത്തിന്റെ മനസ്സിലെ വിളിച്ചു ആവശ്യം എന്താണ്? ഇതിന് കിട്ടിയിട്ട് അദ്ദേഹം പിന്നെ 1 മിനിറ്റ് വിശ്രമിക്കല്ല ചെയ്യും. നമ്മളോ ഈ വെളിച്ചം 20 കൊല്ലം മുമ്പ് കിട്ടിയവർ ഈ സദസ്സിലുണ്ട്. ഈ വെളിച്ചം 10 കൊല്ലം മുമ്പ് കിട്ടിയവർ ഈ സദസ്സിലുണ്ട്. ഈ വെളിച്ചം 30 കൊല്ലം മുമ്പ് ഓർത്തെടുക്കാൻ ഇങ്ങനെ ഇരുന്നിട്ട് രോഗം ബാധിച്ച് കിടക്കുമ്പോ പഠിച്ചോനെ എനിക്ക് കിട്ടി ഈ വെളിച്ചം ഞാൻ എത്ര ആൾക്ക് പകർന്നു കൊടുത്തിട്ടുണ്ടെന്ന് ഒരാളെ എണ്ണാൻ ഇല്ലെങ്കിൽ നഷ്ടമാണ് ചെയ്യും. സൂറത്ത് അൻആമിൽ ഒരായത്തുണ്ട്, 122-ാമത്തെ വചനമാണ്. അതിൽ പറയുന്നത് അഫമൻ കാന മൈതൻ, അല്ലാഹു തുടങ്ങണം. ഒരു രണ്ടാളെ ഉദാഹരണം പറയണം. വെളിച്ചം കിട്ടിയിട്ട് യംശി ബിഹി ഫിന്നാസ്, ജനങ്ങൾക്കിടയിൽ ആ വെളിച്ചവുമായി നടക്കുന്ന ഒരുവനും ആ വെളിച്ചം കിട്ടിയിട്ട് വീട്ടിൽ ഇരിക്കുന്നവനും ഇരുട്ടത്തിരിക്കുന്നവനും ഒരേപോലെയാകുമോ? ഒരു വെളിച്ചം കിട്ടി, ആ വെളിച്ചം മറ്റുള്ളവർക്ക് കൊടുക്കണ്ടേ? താൻ ഇഷ്ടപ്പെടുന്നതെന്തും തന്റെ സഹോദരന് ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങൾ വിശ്വാസിയാവൂല. നമ്മൾ എന്തിനാ കഠിനാധ്വാനം ചെയ്യുന്നത്? നമ്മൾ എന്തിനാ ഓരോ ആക്ഷേപങ്ങൾ കേൾക്കുന്നത്? നമ്മൾ എന്തിനാ ഹക്കായതിനെ ഒരു ന്യൂനപക്ഷം എപ്പോഴും സത്യത്തിലായി. അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായിരിക്കും? പൂർവികരെ പിൻപറ്റുന്നതിൽ എല്ലാ ഖൈറും, ആ ഖൈർ കണ്ടവരാണ് നമ്മൾ, ആ ഖൈറിന്റെ കൂടെ നിന്നവരാണ് നമ്മൾ. ഇനി നിങ്ങൾ കേൾക്ക്, ഉമ്മ അനുജൻ, ഒരു വീട്ടിലെ 3 പേര് ഇസ്ലാമായി ഉണ്ടോ? ദാറുൽ അർക്കമിൽ വന്ന് വെളിച്ചവുമായിട്ട് ആ വെളിച്ചമായിട്ട് പോവാൻ അങ്ങോട്ട് സ്വന്തം നാട്ടിലേക്ക് മടങ്ങിപ്പോവുകയാണ് അല്ലെ? സ്വന്തം നാട്ടിലേക്ക് മടങ്ങിപ്പോവുകയാണ്. അവിടെ വെളിച്ചം പകരാൻ, അവിടെ വെളിച്ചം കൊടുക്കാൻ, വെളിച്ചം നേടി, വെളിച്ചം പകർന്നു, ആ വെളിച്ചം പലരിലേക്കും എത്തി. അതിന്റെ മുഴുവൻ കൂലി നമ്മൾ നേടിയെടുത്തു. ഒന്ന് ചിന്തിച്ചു നോക്ക്, എത്ര വലിയ ഖൈറായ കാര്യമാണ്. ഞാൻ പറയാം, ഈ ലജ്നത്തുൽ ദായിമ, സൗദി അറേബ്യയിലെ ലജ്നത്തുൽ ദായിമ പ്രബോധകർക്ക് ഒരു കൈപ്പുസ്തകം എന്നൊരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ 2 സംഭവങ്ങൾ പറയുന്നുണ്ട്. ആ 2 സംഭവങ്ങൾ നമ്മുടെ വ്യക്തിയുടെ രൂപീകരണത്തിന് വളരെ പ്രധാനമാണ്. അപ്പോൾ ഒരു ഹോട്ടലില് മെയിൻ്റനൻസ് വർക്ക് ചെയ്യുന്ന ഒരാൾ, അയാൾ ഹോട്ടലിലെ ഏതോ റൂമിലോ 1-2 കംപ്ലൈന്റ് ഉണ്ടായിട്ട് അത് തീർക്കാൻ വേണ്ടിയിട്ട് ആ റൂമിൽ വന്നപ്പോ അവിടെ ഒരു ലഘുലേഖ, ആ മേശപ്പുറത്ത് ഒരു ലഘുലേഖ, ഒരു ഇസ്ലാമിക സ്കോളർ, പണ്ഡിതൻ, അയാൾ ആ റൂമിൽ താമസിച്ചിരുന്നു. അയാൾ ആ ലഘുലേഖ അവിടെ വെച്ചു. ആ ലഘുലേഖ എടുത്തിട്ട് അയാൾ വായിച്ചു. ഒരു അമുസ്ലിമാണ്, ഇന്ത്യക്കാരനാണ്. അയാളത് വായിച്ചിട്ട് അയാൾക്ക് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ വെളിച്ചം കിട്ടി. അവിടെ ഇരുന്നുകൊണ്ട് തന്നെ അയാൾ ഇസ്ലാം മനസ്സിൽ സ്വീകരിച്ച ഉടനെ അദ്ദേഹത്തിന്റെ വീട്ടിലോട്ട് വിളിച്ചു. അമ്മന്റെ അടുത്ത് ഫോൺ എടുക്കാൻ പറഞ്ഞു. അമ്മേ, ഞാൻ ഇന്ന സൗദി അറേബ്യയിൽ ഇരുന്ന ഹോട്ടലില് ഞാൻ ഇങ്ങനെ ഒരു ലഘുലേഖ വിളിച്ചു, എനിക്ക് വല്ലാത്തൊരു വെളിച്ചം നൽകി. ഞാനത് അമ്മയോട് പറയാം. അങ്ങനെ അമ്മക്ക് കൊടുത്തു, ഭാര്യക്ക് കൊടുത്തു, മക്കൾക്ക് കൊടുത്തു. ആ കുടുംബം മൊത്തം ഇസ്ലാമായി. ഞാൻ ചോദിക്കുന്നത് ഇതാണ്. ഇനി മാത്രമല്ല, അതിൽ പറയുന്നത് ഒരു തായ്ലാന്റുകാരനാണ്, ഒരു ക്രിസ്ത്യാനിയാണ്. അയാൾ സൗദിയിൽ എന്തോ ഒരു കാര്യത്തിന് വന്നു. സൗദിയിൽ വെച്ചിട്ട് അയാൾക്ക് ദീന് കിട്ടി. പാതിരിയായിരുന്നു അയാൾ, ക്രിസ്ത്യൻ പാതിരിയായിരുന്നു അയാൾ. സൗദിയിൽ അയാൾക്ക് വെളിച്ചം കിട്ടി. അയാൾ നാട്ടിലേക്ക് മടങ്ങിപ്പോയി. 4000 ആളാണ് അയാളുടെ ദൈവത്തിലൂടെ ഇസ്ലാം സ്വീകരിച്ചത്. 4000 ആള്. ഇത് ഞാൻ പറയല്ല, ലജ്നത്തുൽ ദായിമ. ആ പുസ്തകം അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള അൽ മദീനി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് വായിച്ചോളൂ, രോമാഞ്ചുണ്ടാവും. അപ്പൊ ഈ
ഈ ഒരു ചരിത്രമുണ്ട് നമ്മുടെ മുമ്പിൽ. നമ്മൾ ഒന്നുകൂടി ആലോചിക്കേണ്ട വളരെ പ്രധാനമായ കാര്യമാണ്. അബ്ദുൽ ഗഫാരി, ഈ ഉമ്മ, അനുജൻ. എന്നിട്ട് ഇനി ഇവര് ചോദിക്കുകയാണ് പരസ്പരം, നമുക്ക് കിട്ടി ഈ വെളിച്ചം വീടിന്റെ പുറത്തോട്ട് പോണ്ടേ? നമുക്കൊരു വെളിച്ചം കിട്ടി, ഈ വെളിച്ചം കയറ്റ് വീട്ടിലിരുന്നാൽ മതിയോ? സൂറത്ത് അൻആമിലെ 122 പ്രാവർത്തിയാക്കുന്നത്. ഈ വെളിച്ചം ഇവിടെ കിട്ടിയാൽ പോരാ, ഇവിടുത്തെ ഇരുട്ട് നീങ്ങി, എന്നാൽ തൊട്ടടുത്ത വീട്ടിൽ ഇരുട്ടാ, തൊട്ടടുത്ത വീട്ടിൽ ഇരുട്ടാണ്, അത് മറന്നു. അതുകൊണ്ട് വീട്ടിൽ കയറി, അവിടെ പറഞ്ഞു, അതിന്റെ അപ്പുറം കയറി, അവിടെ പറഞ്ഞു. കുറഞ്ഞ കാലം അങ്ങോട്ട് കടന്നപ്പോ ഗിഫാർ ഗോത്രം മുഴുവൻ ഇസ്ലാം സ്വീകരിച്ചു. മുഴുവൻ. എന്തേ കിട്ടിയത്? തൗഹീദാണ് കിട്ടിയത്, വേറൊന്നുമില്ല. പിന്നീട് പഠിച്ചെടുത്തു, അതൊക്കെ വേറെ വിഷയമാണ്. പക്ഷെ ഈ വെളിച്ചം പകർന്നിട്ട് കാലചക്രം കറങ്ങി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെത്തി. അപ്പൊ വർഷത്രേ ദാറുൽ അർഖം എന്ന മദ്രസയിൽ നിന്ന് കിട്ടി ഈ വെളിച്ചം അബ്ദുൽ ഗഫാരിയുടെ നാട്ടിൽ പിടി കൊടുക്കാൻ പറഞ്ഞു. മദീനത്തൊരു ഇസ്ലാമിക ഭരണകൂടത്തെ രൂപപ്പെട്ടു. പറയുന്ന മനസ്സിലുണ്ടോ മക്കൾക്ക്? അവിടെ ഒരു ഭരണത്തെ രൂപപ്പെട്ടു. അങ്ങനെ ദൂരെ ഒരു വലിയ സംഘമായിട്ട് ഒരാൾ ഇങ്ങനെ വരുന്നത് ഒരു സൂചിപ്പെട്ടു പോലെ. അള്ളാഹുവിന്റെ റസൂൽ യുദ്ധം നയിക്കുന്ന കാലഘട്ടമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരോ നമ്മളെ ആക്രമിക്കാനായിരിക്കാം, ആയുധധാരികളായൊക്കെ നിൽക്കണമൊക്കെ നബി അവർക്ക് ഓരോ കൊടുത്തു. ഇങ്ങനെ നടന്ന് അപ്പൊ ദൂരേന്ന് നോക്കുമ്പോൾ അബൂദർ ഗഫാരിയാണ്. നബിക്ക് മനസ്സിലായി, കാലചക്രം ഒരുപാട് കറങ്ങി. മർഹബ, അബൂദർ ഗഫാരി സലാം പറഞ്ഞു. നബി സലാം മടക്കി, അബൂദർ ഗഫാരിയെ സ്വീകരിച്ചു. എന്നിട്ട് അബൂദർ ഗഫാരി റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിനോട് പറയും, അന്ന് നിങ്ങൾ എന്നോട് ദാറുൽ അർഖമിൽ നിന്ന് 2 ദിവസം മക്കയിൽ അടി കിട്ടിയിട്ട് ശേഷം എന്റെ നാട്ടിലേക്ക് മടങ്ങിപ്പോകാൻ പറഞ്ഞില്ലേ? ആ മടങ്ങിപ്പോകിന്റെ അനന്തര ഫലമാണിത്. എനിക്ക് മനസ്സിലായത് എന്റെ ഉമ്മയോട്, എന്റെ ബ്രദറിനോട് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ആ നാട്ടിൽ മുഴുവൻ പറഞ്ഞു. ആ നാട്ടുകാർ ഒന്നടങ്കം ഇസ്ലാം സ്വീകരിച്ചു. അവരുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സന്തോഷത്തിന്റെ അശ്വബിന്ദുക്കൾ പിടിച്ച് ആ അബൂദർ ഗഫാരിയുടെ ഷോൾഡർ പിടിച്ചു പറഞ്ഞു, അബൂദർ, ആകാശത്തിന്റെ ചുവട്ടിലെ ഏറ്റവും വലിയ ജിഹാദ്, ആകാശത്തിന്റെ ചുവട്ടിലെ ഏറ്റവും വലിയ ജിഹാദ്. ഇപ്പൊ എന്താ ജിഹാദ്? കത്തില്ല, പിച്ചാത്തില്ല, AK-47 ലിറ്റിൽ ബോയ് ഇല്ല, ആയുധമില്ല, യമനി കത്തിയില്ല, ഒന്നുമില്ല. ഒരു പന്നിപ്പടക്കം പോലും കയ്യിൽ എന്തിയിട്ടില്ല. എന്നിട്ടും പറയുന്നു ഈ ജിഹാദിനോളം വലിയൊരു ജിഹാദ് വേറല്ല. വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ, വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ. സൂറത്ത് ഫുർഖാൻ 25-ാം അധ്യായം 52-ാമത്തെ വചനം. ഈ ഖുർആൻ കൊണ്ടാണ് ജിഹാദ്, ഈ ഖുർആൻ കൊണ്ടാണ് ജിഹാദ്, ഖുർആനാകുന്ന ജിഹാദ്. ഒരു പിക്ചർ കിട്ടിയോ? ഒരു വ്യക്തി, ആ വ്യക്തിക്ക് ഒരു വെളിച്ചം കിട്ടുന്നു. നമുക്കൊക്കെ വെളിച്ചം കിട്ടിയ പലരും ഇതിലുണ്ട്. ഈ വെളിച്ചം നമ്മൾ കൊടുത്തോ? നമുക്ക് കിട്ടി ഈ വെളിച്ചം കൊടുക്കേണ്ട ധൈര്യം ഉണ്ടായി, പറയാനുള്ള ധൈര്യം ഉണ്ടായി. ഞാൻ ഒരുപാട് ട്രെയിൻ യാത്ര ചെയ്തതാണ്. ഒരുപക്ഷെ എന്റെ ജീവിതത്തിന്റെ നല്ലൊരു സമയം ഞാൻ ചെലവഴിച്ച ട്രെയിനിലാണ്. കാരണം ഇവിടുന്ന് വെള്ളിയാഴ്ച കൊട്ടുവ പറയാൻ പോകാൻ 10 കൊല്ലം തിരുവനന്തപുരത്തേക്ക്. 8 മണിക്കൂർ അങ്ങോട്ടും 8 മണിക്കൂർ ഇങ്ങോട്ടും, ചിലപ്പോൾ 9 മണിക്കൂർ, ചിലപ്പോൾ 10 മണിക്കൂർ. ട്രെയിനിന്റെ സ്ലോ സ്പീഡും അനുസരിച്ച് കേരളത്തിന്റെ അങ്ങോളം തെങ്ങാപട്ടണം, മെനയം, ചെന്നൈ മുതൽ ഇങ്ങോട്ട് ബാംഗ്ലൂർ മുതൽ കർണാടക വരെ ദൈവത്തിന് യാത്ര പലവഴി ചെയ്തിട്ടുള്ള ഒരാളാണ്. ആ യാത്രക്കിടയിൽ കണ്ടുമുട്ടുന്ന സ്ത്രീയും പുരുഷനും എനിക്ക് ദൈവത്ത് നടത്താൻ പറ്റിയ ആളുകളാണ്. ഇന്നുവരെ ഒരു ബുദ്ധിജീവിയുടെ മുമ്പിലും തലകുനിക്കേണ്ടി വന്നിട്ടില്ല. അള്ളാഹുവിന്റെ ഖുർആൻ കയ്യിലേന്തുന്ന കാലത്തോളം, അതിന്റെ ആശയം ഉൾക്കൊള്ളുന്ന കാലത്തോളം ഒരിക്കലും ഒരാളുടെ മുമ്പിൽ തലകുനിക്കേണ്ടി വരില്ല. അതുകൊണ്ടാണ് അല്ലാഹു ചോദിച്ചത്, അവരുടെ ഹൃദയം പൂണ്ടിട്ട് വെച്ചിരിക്കുകയാണോ? എന്താണ് അവർ ഖുർആനെ പറ്റി ചിന്തിക്കാത്തത്? എന്താണ് അവരുടെ ഹൃദയം പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ? സൂറത്ത് മുഹമ്മദ് 40-ാം അധ്യായം 24-ാമത്തെ വചനം. വേദം പഠിക്കാത്തതെന്തോ ദുർജനം, മൂടിക്കിടക്കയോ മർത്തിന്റെ മനസ്സം. എന്താ അവൻ ഖുർആനെ പറ്റി ചിന്തിക്കാത്തത്? ഈ പഠനം എന്റെ മനസ്സിലുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ ഫുളൈൽ ഇബ്നു ഇയാദ് വ്യക്തിയെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു ഒരു പെണ്ണിനെ പ്രേമിച്ചിരുന്നു, സ്നേഹത്തിന്റെ അങ്ങേയറ്റം. അതുകൊണ്ട് തന്നെ എല്ലാ തിന്മയും ഓടി ചെയ്തിരുന്നു. ഒരു കൊള്ളക്കാരനും കൂടി ചെയ്യുന്നുണ്ട്, നോക്കാൻ പിടിച്ചുപറിക്കാരനായി. അബ്ദുൽ ഗഫാരി യാത്ര പോകുന്നവർ പിടിച്ചു പറിച്ചൊരു മനുഷ്യനാണ്. ഈ മനുഷ്യന് തന്റെ കാമുകിയെ കാണാൻ പോവാണ്, സിന ചെയ്യാൻ പോവാണ്, വ്യഭിചരിക്കാൻ പോവാണ്. അപ്പൊ അവരുടെ വീട്ടിലേക്ക് കടക്കുന്ന മതിലുണ്ടല്ലോ, ആ മതിൽമേൽ ഇങ്ങനെ കാലെടുത്ത് വെച്ചു. ഇതൊരു മതിലാണെങ്കിൽ ഇപ്പുറത്താണ് കാമുകിയെങ്കിൽ ഇവിടുന്ന് ഒരു കാലിപ്പുറം വെച്ചു, ഒരു കാലിപ്പുറത്ത്. അപ്പോഴാണ് ഒരു ഖുർആന്റെ വചനം കേട്ട് വ്യക്തി എങ്ങനെ നന്നാവണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഒരു ഖുർആന്റെ വചനം, ഖുർആൻ 50-ാം അധ്യായം 14-ാമത്തെ വചനം. അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ലാഹ് വമാ നസല മിനൽ ഹഖ് വലാ യകൂനൂ കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലി ഫഖാദ അലൈഹിമുൽ അമദു ഫഖസത ഖുലൂബുഹും വകസീറുൻ മിൻഹും ഫാസിഖൂൻ.
ഈ ആയത്തിലേക്കാണ്. ആര്? കൊള്ളക്കാരൻ, വ്യഭിചാരി, പിടിച്ചുപറിക്കാരൻ, തെമ്മാടി, ജീവിതത്തെക്കുറിച്ച് ഒന്നും ചിന്തിക്കാതെ പോയ കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് ഒരു കാല് മതിലിനപ്പുറത്ത്, ഒരു കാല് മതിലിനപ്പുറത്ത്. അപ്പോഴാണ് ഇത് ഓതുന്നത് കേൾക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് അറബി അറിയാവുന്ന മനുഷ്യനാണല്ലോ. അലം യഅ്നില്ലദീന ആമനൂ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. പേടിച്ചിട്ട് നിങ്ങൾക്ക് അല്ലാഹുവിലേക്ക് മടങ്ങാൻ സമയമായിട്ടില്ലേ? അള്ളാഹ് അവതരിപ്പിച്ചതിലേക്കും മടങ്ങാൻ നിങ്ങൾക്ക് സമയമായില്ലേ? അഹ്ലു കിതാബ് ആയതുപോലെ ആകാതിരിക്കാനും സമയമായില്ലേ? ഫത്വാല അലൈഹിമുൽ അമദ് ഫഖസത് ഖുലൂബുഹും. കാലത്തിന്റെ ദൈർഘ്യം അവരുടെ ഹൃദയത്തെ കടുപ്പിച്ചു കളഞ്ഞു. വകസീറും മിൻഹും ഫാസിഖൂൻ. ഭൂരിപക്ഷം ആളുകളും ഫാസിക്കായില്ലേ? അപ്പൊ ഫുലൈൽ ബിൻ ഇയാദിന്റെ മനസ്സിൽ ഈ ഖുർആന്റെ വചനങ്ങൾ സ്ട്രൈക്ക് ചെയ്യും. ഇനി ഞാൻ പറയുന്നു, നമ്മളെല്ലാം ശ്രദ്ധിക്കും. ഒരു കാല് സിന ചെയ്യാൻ, ഒരു കാലും പുറത്ത്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ആലോചിക്കും, ഈ ആയത്ത് ഇങ്ങനെ മനസ്സിലേക്ക് കയറുകയാണ്. ഹൃദയത്തിലേക്ക് ഈ ആയത്ത് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോ കാലും ഇങ്ങോട്ട് വലിച്ചിട്ട്, കാമുകി അപ്പുറത്താളുടെ അവിടുന്ന് കാലും ഇങ്ങോട്ട് വലിച്ചിട്ട് തിരിച്ചു നടന്നു. പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും ആ മതിൽ അദ്ദേഹം ചാടിക്കിടന്നിട്ടില്ല. പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും ആ പെണ്ണിനെ അദ്ദേഹം കണ്ടിട്ടില്ല. പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും അത് ഓർക്കാതെ കരയാതിരുന്നിട്ടില്ല. മരിക്കുന്നതുവരെ താൻ ചെയ്ത തിന്മയോർത്ത് കരഞ്ഞ് കണ്ണിന്റെ ചാടുകളിൽ വെള്ളപ്പാടുകൾ കണ്ടിരുന്ന ആളാണ് ഫുലൈൽ ബിൻ ഇയാദ്. ലോകം കണ്ട മഹാപണ്ഡിതൻ കൂടിയായിരുന്നു ഫുലൈൽ ബിൻ ഇയാദ്. ഇസ്ലാമിനല്ലാതെ മനുഷ്യന്റെ ജീവിതത്തിന്റെ ആപാദ ചൂരം, അവന്റെ വൈയക്തിക, വൈദേശിക, രാഷ്ട്രീയ, നാട്ടാന്തരീയ, ദാമ്പത്തിക, സാമ്പത്തിക മേഖലകളിൽ ഒരു മനുഷ്യനെ മാറ്റാൻ കഴിയുന്ന ഒരു ഗ്രന്ഥവും ആകാശത്തിന്റെ ചുവട്ടിലില്ല. ഋഗ്വേദത്തിന്, സാമവേദത്തിന്, അഥർവവേദത്തിന്, യജുർവേദത്തിന് അവകാശപ്പെടാനില്ല. 108 ഉപനിഷത്തുകൾക്ക് അവകാശപ്പെടാനില്ല. ഒരു ഗ്രന്ഥത്തിനും അവകാശപ്പെടാനില്ല അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിനല്ലാതെ. ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ഞാൻ ഒന്നും കണ്ടിട്ടില്ല. കുട്ടികൾ കിടക്കുന്ന സ്ഥലം, കിതാബ്, ക്ലാസ്സിന് ശേഷം ആരോഗ്യം അനുവദിച്ചാൽ ഞാൻ കാണും. ഇല്ലെങ്കിൽ പിന്നീടും അള്ളാഹു ആരോഗ്യത്തെ നമുക്ക് വരാം. പക്ഷെ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്, ഇത് വലുതാകണം. അതിന് എന്തെന്നെ കൊണ്ട് ചെയ്യാൻ പറ്റണേ ചെയ്യും എന്ന് ഞാൻ ഒരു 6 മാസങ്ങൾക്ക് മുമ്പെങ്കിലും ഞാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കാണ് എനിക്ക് രോഗം വന്നത്. അപ്പൊ നമുക്ക് ഞാൻ ചോദിക്കാം നിങ്ങളോട്, ആ ഹറമിന്റെ വികസനത്തിന് കോടി 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 കോടികളാണ് ചെലവഴിക്കുന്നത്. ഇബ്രാഹിമിനോട് പറഞ്ഞ വാചകം പൂർത്തീകരിക്കാൻ ഈ പള്ളികൾ നീറ്റിൽ കൊണ്ടെടുക്കണം. ഇവിടെ വൃത്തികേട് ഉണ്ടാവരുത്. ഇവിടെ സുജൂദ് റുക്കൂ നിർവഹിക്കുന്നവർക്ക് ഈ മസ്ജിദ് നന്നാകണം. ഈ പള്ളിയിൽ നിന്നാണ് വെളിച്ചം. നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നോക്കിക്കേ, ഇതിപ്പോ ഒരു റൂമാന്ന് വിചാരിക്കും. 4 ചുവരുള്ള ഒരു റൂം. മെഴുകുതിരി ഇവിടെ കത്തിച്ചു വെച്ചു. ഈ കോർണറിൽ ഇവിടെ എല്ലാ സ്ഥലത്തും മെഴുകുതിരി വെളിച്ചം കിട്ടുമോ? കിട്ടില്ല. ഈ കോർണറിലോ ഈ കോർണറിലോ ഈ കോർണറിലോ ഈ കോർണറിലോ കത്തിച്ചാൽ ഈ റൂമിനെ മുഴുവൻ വെളിച്ചം പരക്കില്ല. ഈ റൂം മുഴുവനും വെളിച്ചം പരക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഇതിന്റെ സെന്ററിൽ വെളിച്ചം പരക്കും. എന്താ ചെയ്ത്? ലോകം, ഭൂമി, ആ ഭൂമിയുടെ സെന്ററിൽ, അതായത് അവിടെ വിളക്ക് വെച്ചാൽ ലോകം മുഴുവനും വിളക്ക് പ്രകാശിക്കണം. അതുകൊണ്ട് ഭൂമിയുടെ കേന്ദ്രമാണ്, ഭൂമിയുടെ ശരിക്കുള്ള സെന്റർ ആണ് ഇത്. അവിടെയാണ് കൊണ്ടുവച്ചിട്ട് അള്ള പറയുന്നത്, ഈ വെളിച്ചം ഈ ഭൂമിയുടെ നാനാഭാഗത്തും പരക്കുന്നതാണ്. രാജകൊട്ടാരത്തിലും ചെറ്റക്കുടിലും ഇസ്ലാം ചർച്ച ചെയ്യാത്ത ഒറ്റ ദിവസവും ഉണ്ടാവില്ല. ലോകത്തെ കോടിക്കണക്കായ മനുഷ്യന്റെ കയ്യിലെ മൊബൈലിൽ യുക്തിവാദി വിമർശിക്കുന്നതും ഇസ്ലാം, ക്രിസ്ത്യാനി വിമർശിക്കുന്നതും ഇസ്ലാം, ജൂതൻ വിമർശിക്കുന്നതും ഇസ്ലാം. ലോകത്ത് എല്ലാവരും ഒരേ ദിവസം ചർച്ച ചെയ്യുന്ന ഒരേ ഒരു ദർശനം, അത് ഇസ്ലാം. PA ജബ്ബാറിന്റെ വായിലൂടെ ഇസ്ലാം, അതേ രവിചന്ദ്രന്റെ വായിലൂടെ ഇസ്ലാം. ലോകത്തെ സകലരും അവർ ഹിന്ദു മതം പറയുന്നില്ല, ക്രിസ്തു മതം പറയുന്നില്ല, അതിന്റെ ന്യൂനത പറയുന്നില്ല, ഇസ്ലാമിന്റെ ന്യൂനത പറയുന്നു. അതുകൊണ്ട് തന്നെ അത് പഠിക്കുന്നു, ഖണ്ഡനം എഴുതുന്നു, വിജ്ഞാനം തേടുന്നു. അങ്ങനെ ഒരു ഹദീസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നു. PA ജബ്ബാറിന്റെ ഹദീസ് പറയുന്നു, ഉസ്താദേ, ആ ഹദീസ് ബുഖാരിയിലുണ്ടോ, മുസ്ലിമിലുണ്ടോ? ഈ പഠനത്തിന്റെ ചക്രവാളങ്ങൾ വികസിക്കാൻ അല്ലാഹുവിന്റെ ദീൻ, അത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആലോചിച്ച് നോക്കിയത്. അതുകൊണ്ട് ഇത് ഒരു പരീക്ഷണം കൂടിയല്ല, ഈ സ്ഥാപനം ഒരു പരീക്ഷണം കൂടിയാണ്. ആർക്ക്? നിങ്ങൾക്കുള്ള ഒരു പരീക്ഷണമാണ്. ഇങ്ങനെ ഒരു സൗകര്യം ഉണ്ടാക്കാൻ ചില തലച്ചോറിലുണ്ടായ ചിന്ത ഉണ്ടല്ലോ, ആ ചിന്ത ഇവിടെ തന്നെ ഒന്നുണ്ടായി സെറ്റപ്പായിട്ട് കുട്ടികളെ നല്ല സിലബസ് വെച്ച് ഇസ്ലാമിന്റെ ഗ്രന്ഥങ്ങളിൽ അവഗാഹമുള്ള, ഇത് സൂറത്തുൽ നിസായിൽ അല്ലാഹു പറഞ്ഞല്ലോ, നിങ്ങൾ ചിലര് ഒഴിഞ്ഞിരിക്കണം.
ആ ഒഴിഞ്ഞിരിക്കുന്നതിനാണ് അള്ളാഹുവിന്റെ ദീനിൽ അങ്ങേയറ്റത്തെ ഫഖീഹത്ത് നേടാൻ വേണ്ടി, അങ്ങേയറ്റത്തെ വിജ്ഞാനം നേടാൻ വേണ്ടി അവരെ എന്തൊക്കെ ചെയ്യണമെന്ന് വരെ ഇസ്ലാമിക ചരിത്രം. അവരെ നോക്കണം, അവർക്ക് ഖിദ്മത്ത് എടുക്കണം, അവരുടെ കൂടെ നിൽക്കണം, അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കണം, എന്തൊക്കെ ചെയ്യണം. കാരണം അവരെന്താ, അവരാണ് സ്വർഗത്തിലേക്കുള്ള നമ്മുടെ വഴി കാണിച്ചിരുന്നത്, അല്ലേ? അതാണ് അറിവുള്ളവരും അറിവില്ലാത്തവരും സമാവും. 39-10 വചനം. അവല്ലാത്തൊരു വിജ്ഞാനം പറയുക, അറിവുള്ളവരും അറിവില്ലാത്തവരും സമാവില്ല. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഗ്രന്ഥം എന്ത് പറഞ്ഞത്? അത് അറിവില്ലാത്തവരാണെങ്കിൽ അറിവുള്ളവരോട് ചോദിച്ചു പഠിച്ചോളി. അപ്പൊ അറിവുള്ളവരുണ്ടായിരിക്കെ ആ അനുഗ്രഹത്തെ ഉപയോഗപ്പെടുത്താതിരുന്നാൽ ഒരു ഗ്ലാസ് വെള്ളത്തെ അതിനെപ്പറ്റി നമ്മൾ ചോദിക്കുമെങ്കിൽ തീർച്ചയായും ജ്ഞാനമുള്ളവർ ഒരു നാട്ടിൽ തരിക, അവർക്ക് കിതാബ് തിരിയുന്നവരാവുക, അവർക്ക് വായിച്ചു തരാൻ പറ്റുക, അർത്ഥം വെക്കാൻ പറ്റുക, എന്താ അതുകൊണ്ട് ഉദ്ദേശിച്ച് പറയാൻ പറ്റുക. അങ്ങനെ പറ്റുന്ന ഒരു ടീം ഉണ്ടായിരിക്കെ, അവർ നമ്മുടെ മക്കളെ പഠിപ്പിക്കാനിരിക്കെ, അവർക്ക് ഇഖ്ലാസ് ഉണ്ടായിരിക്കെ, അവരതിന് ഒഴിഞ്ഞിട്ടവരായിരിക്കെ, അത് പ്രയോജനപ്പെടുത്താത്ത ഈ നാട്ടുകാരോട് അല്ലാഹ് ചോദിക്കും, ഈ നിഅമത്ത് എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്ന്. റബാഹ എന്ന് പറയുന്ന ഹറമിൽ ഒരു ഇമാം ഉണ്ടായിരുന്നു, പണ്ഡിതനായിരുന്നു, വൈരൂപിയായിരുന്നു, വലിയ സൗന്ദര്യമൊന്നും ഉണ്ടായിരുന്നില്ല. 24 മണിക്കൂറിലെ 8 മണിക്കൂർ പഠിക്കാൻ വേണ്ടി, 8 മണിക്കൂർ പഠിക്കാൻ, 8 മണിക്കൂർ ഇബാദത്തിന്, 8 മണിക്കൂർ ജീവിതത്തിന്റെ ഷോയില്, ഭാര്യ, മക്കൾ, കുടുംബം, അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ, അധ്വാനം, സമ്പത്ത്, 24 മണിക്കൂറിനെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിച്ച ആളാണ് എന്ന് പറയും. വലിയ വലിയ രാജാക്കന്മാർ വരെ പത്ത് വെച്ചോടിച്ചിരുന്ന ആളാണ്. അങ്ങനെ മാറിയവരാണ്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വന്നവരാണ്. ഈ വേദഗ്രന്ഥം സൂറത്ത് ഇബ്രാഹിമിന്റെ 1-ാമത്തെ വചനമാണ്. ഈ വേദഗ്രന്ഥം ഇരുട്ടിൽ നിന്നും മനുഷ്യരെ വെളിച്ചത്തിലേക്ക് നയിച്ച ഗ്രന്ഥമാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയിൽ പറയാണ്, ഇതുപോലെ വ്യക്തിവിശുദ്ധിയിലൂടെ അത്ഭുതം സൃഷ്ടിച്ച ഒരു ദർശനവും 23 വർഷം കൊണ്ട് ഒന്ന് നോക്കിക്കേ. അള്ളാഹു അവരെ പറ്റി എന്താ പറഞ്ഞേ? ഒരു വ്യക്തമായ വഴികേടിലായിരുന്നു, ഒരു ജനതയെ കുറിച്ച്. പിന്നെ അള്ളാഹ് പറഞ്ഞ എന്താ? കുൻതും ഖൈറ ഉമ്മ വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതാ. 104-110. അതുപോലെ സൂറത്ത് ബഖറ 142. വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതാ ലിതകൂനൂ ശുഹദാ അലന്നാസ് വജാഹിദൂ ഫില്ലാഹി ഹഖ്ക ജിഹാദി വജ്തബാകും വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജിൻ മില്ലത അബീകും ഇബ്രാഹീമ വസമ്മാകും മുസ്ലിമീൻ. അവിടെ തുടർന്ന് പറയുന്ന വാചകം എന്നറിയോ? റസൂൽ സാക്ഷിയായ പോലെ ലോകത്തിലെ മാതൃകയാകേണ്ട ഒരു ഇടം. ഇവിടെയൊക്കെ വരുന്ന ആളുകള്, ഈ പള്ളിയിലൊക്കെ വരുന്ന ആളുകള്, ജീവിതത്തിൽ ഇവിടെയൊക്കെ കിട്ടിയിട്ട് ദീന് കിട്ടിയ ആളുകള്, ആണാകട്ടെ പെണ്ണാവട്ടെ കുട്ടികളാകട്ടെ, അവരിലൊക്കെ ഉണ്ടാകേണ്ട ഗുണമെന്താ? മഹാനായ ഷെയ്ഖ് ജീലാനിയെ ഉമ്മ പള്ളി ദർസിലേക്ക്, ഉസ്താദിന്റെ അടുത്തേക്ക് പഠിക്കാൻ വിടുന്ന ഒരു രംഗം ഞാൻ വായിച്ചിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് വായിച്ച ഓർമ്മയാണ്, സ്കലിതങ്ങൾ ഉണ്ടാവാം. അപ്പൊ അദ്ദേഹത്തെ ഉമ്മ പറഞ്ഞേക്കാണ്, ചെറിയ കുട്ടിയാണ്. അപ്പം അദ്ദേഹം ഇങ്ങനെ പോകാൻ ഒരുങ്ങിയപ്പോൾ ഒരു 40 ദിർഹോ ദീനാറോ അദ്ദേഹത്തിന്റെ അരയിലൊരു പണക്കി അതിങ്ങനെ കെട്ടിയിട്ട് കൊടുത്തിട്ട് പറഞ്ഞു. പോകുന്ന സമയത്ത് പറഞ്ഞിരുന്നു, കുലിൽ ഹത്ത വൈകാന മുറ, മോനെ കയ്പാണെങ്കിലും സത്യേ പറയാവൂ, മോനെ കയ്പാണെങ്കിലും സത്യേ പറയാവൂ എന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ കുട്ടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു കൊള്ളക്കാരൻ നിൽക്കവിടെയാണ്. ഈ ചെറിയ കുട്ടിയാണ്, ശരിക്കും ചിന്തിക്കണം. ആ കുട്ടി നിൽക്കുകയാണ്. ഈ കുട്ടിയെ കുറിച്ച് അലീമിയാൻ അബുൽ ഹസൻ അലി നദ്വി സാഹിബ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ കുട്ടിയെ കുറിച്ച്, ഈ കുട്ടി വലുതായപ്പോണ്ടായ ചരിത്രത്തെ കുറിച്ച് ഞാൻ പറയാം, കൂട്ടിച്ചേർത്ത് പറയാം. ഈ വ്യക്തി പോകുന്ന സമയത്ത് നിൽക്കവിടെയായിരുന്നു കൊള്ളക്കാരൻ. ഷെയ്ഖ് ജീലാനി ചെറിയ കുട്ടിയാണല്ലോ അവിടെ നിന്നിട്ട് ചോദിച്ചു, എന്താ എന്റെ കയ്യിലുണ്ടെന്ന് ചോദിച്ചു. എന്റെ ഉമ്മ തന്നെ ഒരു പണക്കിയുണ്ട്, ഇങ്ങോട്ട് എടുക്കുക. അത് നല്ല സന്തോഷത്തിൽ എടുത്തിട്ട് കൊടുത്തു, ചിരിച്ച് നടന്നു പോയി. അപ്പോഴാണ് ഒരു ചിന്തിക്കുന്നത്, എന്തൊരു കുട്ടി ഇത്, നുണ പറയുന്നില്ല, വേറൊന്നില്ല. എത്രയോ ആളുകളുള്ള സാധനം ഇല്ല എന്നാ പറയാ, രക്ഷപ്പെടാനാ നോക്കുക. ഈ കുട്ടി ഉണ്ട് എന്നാ പറയുന്നത്. അപ്പൊ ഓടിച്ചത് കുട്ടി കുറെ ദൂരം പോയി, ഓടിച്ചെന്ന കുട്ടിനെ പിടിച്ച് നിൽക്കുവാനെ, നീ എന്താ സത്യം പറഞ്ഞത്, നീ എന്താ കള്ളം പറയാതിരുന്ന? അവൻ പറയണേ, എന്റെ ഉമ്മ എനിക്കൊരു പ്രവാചക വചനം പഠിപ്പിച്ചെന്നിട്ടുണ്ട്. ആ വചനം എത്ര കൈപ്പേറിയതാണെങ്കിലും
സത്യം പറയണമെന്നാ, ഞാൻ അത്രേ ചെയ്തുള്ളൂ. ഈ കൊള്ളക്കാരൊക്കെ മാറി എന്നാണ് പറയുന്നത്. പിന്നെ അവര് ജിലാനിയുടെ ദർസിൽ വരാൻ തുടങ്ങി എന്നാ പറയുന്നത്. അതിനെപ്പറ്റി പറഞ്ഞെടുത്ത് അലീമിയാണ് അബുൽ ഹസൻ അലി നദ്വി സാഹിബ് പറയുന്നുണ്ട്, 5000-ഓളം വരുന്ന നോൺ മുസ്ലിമീങ്ങളെ ഇസ്ലാമിലെത്തിക്കാൻ ജീലാനിയുടെ പ്രവർത്തനം കൊണ്ട് സാധിച്ചു. അലീമിയൻ എഴുതുകയാണ്. അതിന്റെ ഒതന്റിസിറ്റിയെ കുറിച്ചൊന്നും എനിക്കറിയില്ല, ഞാൻ ആ പുസ്തകം വായിച്ചു പോയപ്പോൾ കിട്ടിയതാണ്. 100,000 മുസ്ലിമീങ്ങളെ, തെമ്മാടികളായി ജീവിച്ച മുസ്ലിമീങ്ങളെ തസ്കിയത്ത് ക്ലാസ്സിലൂടെ 100,000 ആളുകളെ സമ്പൂർണ്ണ മുസ്ലിമാക്കി ഉദ്ഖുലു ഫിസ്സിൽമി കാഫ എന്ന അടിസ്ഥാനത്തിലേക്ക് അദ്ദേഹത്തിന് വളർത്താൻ കഴിയുന്നതാണ്. അപ്പൊ ഉമ്മ പകർന്നു കൊടുക്കുന്ന ഉമ്മമാർക്ക് വലിയ ബാധ്യത ഉണ്ട്. ഇവിടെ ഇരുന്ന് ഈ പ്രസംഗം കേൾക്കുന്ന കുടുംബിനികൾക്ക് വലിയ ബാധ്യത ഉണ്ട്. അവിടെ എന്താ ഉപ്പാന് പറയാതിരുന്നത്? ഉമ്മാന്റെ മടിത്തട്ടില്ല. എനിക്ക് അത്ഭുതം തോന്നുന്നു, മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ മൗലാന അലി സഹോദരന്മാരുടെ ഉമ്മ അവരെ പഠിപ്പിച്ചു. ബാപ്പാന്റെ അഭാവത്തിൽ വിധവയായിരുന്നു അവർ പഠിപ്പിച്ചു. രണ്ടുപേരെയും ഖുർആൻ പഠിപ്പിച്ചു. ഖുർആനിൽ നിന്ന് അവർ ഒരുപാട് കാര്യങ്ങൾ കണ്ടു. ജാമിയ മില്ലിയയിലെ പ്രിൻസിപ്പളായി, ഖുർആനും സുന്നത്തും പഠിപ്പിക്കുന്ന ആളായി. ഗാന്ധിജി പോലും നോക്കുന്നത് മൗലാനയുടെ മുഖത്തേക്കാണ്. ഇംഗ്ലീഷ് പഠിച്ചു, കിതാബ് പഠിച്ചു, ഖുർആൻ പഠിച്ചു. അല്ലെ, മക്കത്ത് ജനിച്ച ആളായിരുന്നു മൗലാന അബുൽ കലാം ആസാദ്. മക്കത്ത് ജനിച്ചിട്ട് അദ്ദേഹം ബംഗ്ലാദേശിൽ വന്നു. അവിടുന്ന് ഇന്ത്യയുടെ ആള് ഇവിടെ ജീവിച്ച് മരിച്ചു. അദ്ദേഹത്തിന്റെ തർജുമാനുൽ ഖുർആൻ, അതിന്റെ 103-ാമത്തെ പേജൊക്കെ നമ്മുടെ സമൂഹം വായിക്കേണ്ടതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവരൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ ഗാന്ധിജിയുടെ കൂടെ ജീവിച്ചിരുന്നു. ആ കാലഘട്ടം, ആ ഉമ്മാന്റെ വളർത്തലാണത്. നല്ല ഉമ്മമാര് വളർത്തിയ മക്കൾ ലോകത്ത് ഏറ്റവും ഫേമസ് ആയി. ഇന്ന് ഉമ്മമാര് വളർത്താനില്ല. അവര് വേഗം തൂക്കി ജോലിക്ക് പോകും. ജോലിയിൽ നിന്ന് ശമ്പളം കിട്ടുക, പക്ഷെ മക്കളെ പഠിപ്പിക്കാൻ കഴിയുന്നില്ല. വലിയൊരു ദുരന്തമാണ്. ജോലിക്ക് പോകുന്നതോടൊപ്പം മക്കളെ പോറ്റാൻ കഴിയാതെ പോയവർ പരാജിതരാണ് എന്നാണ് നമ്മുടെ വീക്ഷണം. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നവരോട് പറയാണ്, കുടുംബം നന്നാകണോ? ഖുർആന്റെ ഒരു ആയത്താ, 33-ാം അധ്യായം 34-ാമത്തെ വചനം, സൂറത്ത് അഹ്സാബ് 34-ാമത്തെ വചനം. അതിന്റെ അർത്ഥം എന്താ അറിയോ? ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും വീടില്ലേ, വീട്ടിലേക്ക് പോവുക, ഈ ആയത്ത് ഓർക്കുക. ഇനി ഞാൻ പറയുന്നത് കേട്ടോ, നിങ്ങളുടെ ഭവനത്തിൽ വെച്ച്, നിങ്ങളുടെ വീട്ടിൽ വെച്ച് പാരായണം ചെയ്യപ്പെടുന്ന ഖുർആനും സുന്നത്തും നിങ്ങൾ ഓർക്കുക എന്നാണ് ആയത്തിന്റെ അർത്ഥം. നിങ്ങളുടെ ഭവനത്തിൽ വെച്ച് പാരായണം ചെയ്യപ്പെടുന്ന ഖുർആനും സുന്നത്തും. ശരി, നമ്മുടെ ഭവനത്തിൽ ഖുർആനുണ്ടോ? പരിഭാഷയുണ്ടോ? വ്യാഖ്യാനമുണ്ടോ? ബുഖാരി ഉണ്ടോ? മുസ്ലിം ഉണ്ടോ? അബൂദാവൂദ് ഉണ്ടോ? തുർമുദി ഉണ്ടോ? നസായി ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? എല്ലാവരും മൊബൈലാണ്. ക്രിക്കറ്റ്, ഫുട്ബോള്, കോമഡി, അങ്ങനത്തെ ഒരു ലോകത്താണ് നമ്മൾ, അല്ലേ? അല്ലാഹു 17-ാം അധ്യായം 36-ൽ പറയുന്നത് അറിയോ? നിങ്ങളുടെ നോക്കൂ, അല്ല പറയാണ്, നിങ്ങളുടെ കേൾവിയും നിങ്ങളുടെ കാഴ്ചയും നിങ്ങളുടെ ചിന്താശേഷിയും നിങ്ങളുടെ കേൾവിയും കാഴ്ചയും ചിന്താശേഷിയും പരലോകത്ത് വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടും. എന്നെ ആലോചിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തെടുത്തൊരു സമൂഹത്തിന്റെ ശ്രേഷ്ഠത അറിയാൻ വേണ്ടി ഒരു ചരിത്രം പറയാം. കാലചക്രം കറങ്ങി. റുസ്തമിന്റെ സൈന്യം ഒരു ഭാഗത്ത്, ഖാലിദ് വലീദ് റളിയല്ലാഹുവിന്റെ സൈന്യം ഒരു ഭാഗത്ത്. ഇനി ഞാൻ പറയുന്ന കേട്ടോളി. ഖാലിദ് വലീദിന്റെ സൈന്യത്തിന്റെ ആവേശവും അവരുടെ ജാഗ്രതയും അവരുടെ കഴിവും അവരുടെ യുദ്ധ നൈപുണ്യവും ഒക്കെ റുസ്തമിന് ഞെട്ടലുണ്ടാക്കി. അപ്പൊ റുസ്തം പറഞ്ഞു, ഖാലിദ് വലീദിന്റെ സൈന്യത്തിന്റെ പ്രത്യേകത എന്താ? നിങ്ങളൊന്ന് സ്വകാര്യമായിട്ട് പഠിക്കണം. അപ്പോ ഈ റുസ്തമിന്റെ സൈന്യം രാത്രിയിൽ, ഇനി ശരിക്കും ശ്രദ്ധിച്ചോ കേട്ടോ, രാത്രിയിൽ പാർത്തും പതുങ്ങിയും ഖാലിദ് വലീദിന്റെ അനുയായികളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി വരികയാണ്. അപ്പൊ അവര് വന്നിട്ട് പലയിടങ്ങളിലും ഒളിച്ചു നിന്ന് നോക്കുകയാണ്. അപ്പൊ നോക്കുമ്പോൾ അവർ കാണുന്നത് ഖാലിദ് വലീദ് റളിയല്ലാഹു തആലയുടെ കൂടെയുള്ള ആളുകൾ എന്താ ചെയ്യുന്ന? രാത്രി എന്താ ചെയ്യുന്നത്? ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഒരു ഭാഗത്ത് നിസ്കരിക്കുന്നു, കുറെ ആളുകൾ കൈകെട്ടി നിസ്കാരത്തിലാണ്, കുറെ ആളുകൾ റുക്കൂഇലാണ്, കുറെ ആളുകൾ സുജൂദിലാണ്, കുറെ ആളുകൾ ആകാശത്തിൽ കൈയുയർത്തി ദുആയിലാണ്. അവർ അല്ലാഹുവിന്റെ മുമ്പിൽ പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടവരാണ്. എന്ന് ഞാൻ പറയുന്നത് കേട്ടോങ്ങള്, ഈ റുസ്തമിന്റെ സൈന്യം റുസ്തമിന്റെ അടുത്ത് ചെന്നിട്ട് ആദ്യം പറയുന്ന വാചകം തരാം, വല്ലാഹി ഇല്ല, നമുക്കവരെ അതിജയിക്കാൻ കഴിയില്ല. രാത്രി മുഴുവനും റബ്ബിന്റെ മുമ്പിൽ പകലവർ അശ്വാരൂഢന്മാരാണ്, അവരെ തകർക്കാൻ കഴിയില്ല. എല്ലാവിധ തോന്നിവാസത്തിൽ നിന്ന് അവർ മുക്തരാണ്. എന്നാൽ റുസ്തം, നമ്മുടെ സൈന്യം വ്യഭിചാരത്തിലും പെണ്ണുപിടുത്തത്തിലും കല്ലിലും ലഹരിയിലും ഡാൻസിലുമാണ്, നമ്മൾക്ക് അവരെ ജയിക്കാൻ കഴിയില്ല എന്ന. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഇന്നത്തെ പരപ്പനങ്ങാടി മുസ്ലിങ്ങളെ രാത്രി ശ്രദ്ധിക്കാൻ ഒരു സൈന്യം വന്നു വിചാരിക്കാം. 95 വയസ്സുള്ള തള്ള രാത്രി, ആ വീട്ടിലെ മുഴുവൻ ആളും
ഇത് തോണ്ടുന്നതിലായിരിക്കും. നമ്മൾ ആലോചിച്ചു, ഒരൊറ്റ കുട്ടി നിസ്കരിക്കുന്നതും ഖുർആൻ ഓതാനും. ഇവിടുത്തെ വേറെ ഏതെങ്കിലും ഒരു മതക്കാരൻ രാത്രി നമ്മൾ ശ്രദ്ധിച്ചുണ്ടാവോ? നമ്മൾ തോറ്റത് എന്തുകൊണ്ടാണ്? നമ്മൾ തോറ്റത് രണ്ട് കാരണം കൊണ്ടാണ്. ആധുനിക സമൂഹത്തെ പറ്റി റസൂൽ പറഞ്ഞ അവർ ചപ്പ് ചണ്ടികളെ പോലെ ആയിത്തീരും. ആ മലവെള്ളപ്പാച്ചിൽ ഒഴിച്ചു പോകുന്ന ചപ്പ് ചണ്ടികളെ പോലെ. അപ്പൊ സാപത്ത് ചോദിച്ചവർ എണ്ണത്തിൽ കുറവായിരിക്കും. അവർ അവർ ധാരാളം ഉണ്ടാകും. പക്ഷേ രണ്ട് രോഗങ്ങൾ അവരെ പിടികൂടും. മരിക്കാനുള്ള അവർക്ക് ഭൗതിക ലോകത്തോട് പ്രമത്തത, അവർക്ക് മരണത്തെ വെറുപ്പ്. അതാണ് റസൂലുള്ളാഹി പറയുന്നുണ്ട്, 6 മണ്ണിനെ അവർ മറന്നുപോകും, അത് ഇഷ്ടപ്പെടും. അവർ കബറിനെ മറന്നുപോകും, 6 മണ്ണിനെ മറന്നുപോകും, അമ്പരചുംബികളായ കൊട്ടാരങ്ങളെ അവർ ഇഷ്ടപ്പെടും. അതാണ് ഇന്നത്തെ മുസ്ലിം ഉമ്മത്തിന്റെ വലിയ വീട്. ഞാനിന്ന് ഒരു 2-3 മിനിറ്റ് ഞാൻ റെസ്റ്റ് എടുത്തിട്ടുള്ളൂ. വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചിന്തിച്ചൊരു പോയിന്റ് ഞാൻ പറയാം. നമ്മുടെ വീട്, മനോഹരമായ നമ്മുടെ വീട്, അത്യാവശ്യം തിരക്കേടില്ലാത്ത നമ്മുടെ വാഹനം, പാർപ്പുറത്തിൽ നിർത്തിയിട്ടിരിക്കുന്ന വിവിധ ഫെറാറി കാറിന്റെ രാജാവായിരുന്നു ആര്? അലീബനാത്തിന്റെ കണ്ണടക്ക് പോലും കോടികളായിരുന്നു. അലീബനാത്തിന്റെ ഷൂന് ലക്ഷങ്ങളായിരുന്നു. അലീബനാത്തിന്റെ കാർപോർച്ചിൽ കോടിക്കണക്കിന് രൂപയുടെ കാറുകൾ ഉണ്ടായിരുന്നു. അലീബനാത്തിന് ക്യാൻസർ വന്നു. അലീബനാത്ത് ജീവിതത്തെ കുറിച്ച് ചിന്തിച്ചു. അലീബനാത്തിന്റെ ഹൃദയം മാറി. അലീബനാത്ത് എന്ന വ്യക്തിയുടെ മനസ്സിൽ ഇസ്ലാം ഉണ്ടായി. അലീബനാത്ത് മരണത്തെ ഭയപ്പെട്ടു. അലീബനാത്ത് ജീവിതത്തെ വെറുത്തു. അലീബനാത്ത് ആഖിറത്തെ ഇഷ്ടപ്പെട്ടു. അലീബനാത്ത് ഒരു മയ്യത്ത് കബറടക്കുന്നിടത്ത് വെച്ചാണ് ആ കബറിനെ കുറിച്ച് ആലോചിച്ചിട്ടാണ് അലീബനാത്ത് എന്ന യുവാവിന്റെ മനസ്സിൽ ഇസ്ലാമിന്റെ വെളിച്ചമുണ്ടായത്. ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയി പാവപ്പെട്ടവരുടെ കൂടെ ജീവിച്ചു. അവർക്ക് വേണ്ടി ഫെറാറി കാറുകൾ വിറ്റു. ജീവിതം മുഴുവൻ അല്ലാഹുവിന് വേണ്ടി സമർപ്പിച്ചു. അലീബനാത്ത് ലോകത്തോട് വിട പറഞ്ഞു. അലീബനാത്തുമാരാകാൻ പരപ്പനങ്ങാടിയിലെ വിശ്വാസികളെ നിങ്ങൾക്ക് സാധിക്കുമോ? ഇതൊക്കെ വിട്ടുപോകും. കോടികളുടെ കാറുകൾ വിട്ടേച്ചു പോകും. കൊട്ടാരങ്ങൾ വിട്ടേച്ചു പോകും. ജീവിതത്തിന്റെ സുന്ദരിയായ ഭാര്യ ഉപേക്ഷിക്കും. കണ്ണിന് ആനന്ദം നൽകുന്ന മക്കൾ ഉപേക്ഷിക്കും. ഏക്കറക്കണക്കിന് സ്വത്തുകൾ വിട്ടേച്ചു പോകും. 6 മഞ്ചിൽ ശവമഞ്ചത്തിൽ വിട്ടേച്ചു പോകും. അവിടെ നമ്മൾ പാടും, തൊട്ടടുത്ത കടയിൽ നെയ്തു വന്നു, നിന്നെ പുതിയാനായി എടുത്തിടും വെള്ളത്തുണി. പാടുമെന്ന് പറയും. എന്ത്? വിളിക്കുന്ന പേര് മാറിപ്പോകുമേ. വിളിക്കുന്ന പേര് മാറിപ്പോകും. ഉടൻ മയ്യത്ത് എന്ന നാമമായി തീരും. കോമൺ നെയിം മയ്യത്ത്. 3 കഷ്ടം 250 ഉറുപ്പ്യന്റെ മല്ല് തുണിയിലാണ് 280 കോടി ആസ്തിയുള്ള മുതലാളിനെ പൊതിയുന്നത്. 1 കോടി രൂപയുള്ള രാജാവിനെയും ഒരു തുണ്ട് ഭൂമി സ്വന്തമായി ഇല്ലാത്ത ഫുട്പാത്ത് കിടന്നുറങ്ങിയവനെയും ഒരേ നാട്ടിലെ പള്ളിക്കാട്ടിലെ ശ്മശാനത്തിൽ തൊട്ടടുത്ത്. എന്തുണ്ട് ബാക്കി? 3 കാര്യങ്ങൾ മയ്യത്തിനെ പിന്തുടരും. രണ്ടെണ്ണം മടങ്ങിപ്പോരും. അമല് മാത്രം ബാക്കിയാകും. നോക്കൂ, മരിക്കുമ്പോ 3 കാര്യങ്ങളോ ഇത് ബാക്കിയൊക്കെ മുറിഞ്ഞു പോകും. ഏതാ 3 കാര്യം? ഓൻ കൊടുത്ത സദക്ക. പള്ളിക്ക് വേണ്ടി കൊടുത്തത്, പള്ളിന്റെ ഡോർ ഉണ്ടാക്കിയത്, ടോയ്ലറ്റ് ഉണ്ടാക്കിയത്, പള്ളിന്റെ തൈലൊട്ടിച്ചത്, പള്ളിന്റെ മേൽക്കൂര ശരിയാക്കിയത്, അവിടെ വേർത്തവർക്ക് AC വെച്ചു കൊടുത്തത്, അവിടെ ഫാന് വെച്ചു കൊടുത്തത്, അവിടെ 20 കുട്ടികൾക്ക് കിടക്കാൻ തലയണ കൊടുത്തതിന്. എന്തിനൊക്കെയാണ് കൂലി? അത് ഖബറിൽ കിട്ടും. ജ്ഞാനം പകർന്നു കൊടുത്തതിന്, നുകർന്നതിന്, പകർന്നതിന് കൂലി. ഈ കൂലി ഓവർ. ഒരു മുള്ളു തറയ്ക്കുന്നതിന് മാമിൻ മുസ്ലിമിൻ വലാ നസബിൻ വലാ ഹമ്മിൻ, ഒരു കാലിൽ മുള്ളു തറയ്ക്കുന്നത് പോലും കൂലിയായി കിട്ടുന്ന അത്ഭുതത്തിന്റെ പേരാണ് ഇസ്ലാം. ما يزال البلاء بالمؤمن والمؤمنات في نفسي ومالي وولدي حتى يلقى الله تعالى وما عليه خطيئة. നിന്റെ ശരീരത്തിൽ രോഗം, നിന്റെ മക്കളിൽ രോഗം, നിന്റെ കുഞ്ഞിന് പരീക്ഷണം, നിന്റെ സമ്പത്ത് നഷ്ടം, ഇതുകൊണ്ടൊക്കെ നിന്നെ പരീക്ഷിക്കും. ആ പരീക്ഷണത്തിൽ രക്ഷപ്പെടാൻ ഒറ്റ വഴിയേ ഉള്ളൂ, അറിവ് നേട്. അറിവ് നേടല്ലാത്തൊരു വഴിയും നമുക്കില്ല. ഒരു ഉദാഹരണം പറയാം, ഒരൊറ്റ ഉദാഹരണം. സ്വന്തം മകൻ മുഷ് മരിച്ചപ്പോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്ത് തന്നെ നേതാവായിരുന്ന കാർൽ മാർക്സ് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. അലക്സാണ്ടർ ബക്കിന്റെ കൃതികളിലുള്ളതാണ്. പക്ഷെ നിങ്ങൾ നോക്കൂ, മഹാനായ സഹാബി, കർമ്മശാസ്ത്ര പണ്ഡിതൻ ഉർവത്ത് ബിൻ സുബൈറിന്റെ കഥ എല്ലാവരും കേട്ടതാ. അദ്ദേഹത്തിന്റെ കാല് മുറിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ 6 മക്കളിൽ ഒരാൾ ടെറസിന്റെ മുകളിൽ വീണു. അത് കേട്ടപ്പോൾ അദ്ദേഹം പറയുന്നത് അൽഹംദുലില്ലാ. മകന്റെ മരണ വാർത്ത കേട്ടപ്പോൾ അൽഹംദുലില്ലാ. അങ്ങനെ ചെല്ലുന്ന പിതാവിന് ബൈത്തുൽ ഹംദുണ്ട്, സ്വർഗത്തിൽ ബൈത്തുൽ ഹംദുണ്ട്. ഈ ഇൽമാണ്
അദ്ദേഹത്തെ മകൻ മരിച്ചപ്പോൾ അൽഹംദുലില്ലാ നമ്മളോ നെഞ്ഞത്തടിച്ചു ആർത്ത് കൂക്കി പിടിച്ച് കരയാൻ. നേരെ ചുരുളത്ത് മനസ്സിലായോ, അൽഹംദുലില്ലാ എനിക്ക് അല്ലാഹു 6 മക്കളെ തന്നു, ഒരാളെ എടുത്തു, 5 എണ്ണം ബാക്കിയാക്കി. അള്ളാഹ്ക്ക് 6 എടുക്കാമായിരുന്നല്ലോ. അള്ളാഹു 2 കാലും തന്നു, 2 കയ്യും തന്നു. എന്റെ റബ്ബിന് എന്റെ 2 കാലും എന്റെ കൈ എടുക്കായിരുന്നല്ലോ. എനിക്ക് ഇത്രല്ലേ ഉള്ളൂ. ഞാനും ഒക്കെ ചിന്തിച്ചാത്രയാ. കാല് കുഴഞ്ഞപ്പോ, കാല് തളർന്നപ്പോ, വീൽ ചെയറിൽ ഇരുന്നപ്പോ, വീൽ ചെയറിൽ ഉമ്മ ചെയ്തപ്പോ, 3 മാസത്തോളം വടികുത്തി പിടിച്ചപ്പോ, ഇല്ല ഇതിനേക്കാൾ പരീക്ഷിക്കപ്പെട്ടവരുണ്ടല്ലോ റബ്ബേ, ഇത് ചെറുതാണല്ലോ എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിച്ചത് ആ വിഷയത്തിൽ നമ്മുടെ ദീനി അറിവാണ്. ദീനി അറിവില്ലെങ്കിൽ മുന്നോട്ട് പോകാനാവില്ല. ദീൻ എത്ര കണ്ടറിയുന്നുവോ അയാൾ ശാന്തനായിരിക്കും. ദീൻ എത്ര കണ്ടറിയുന്നുവോ അയാൾ ക്ഷമാലുവായിരിക്കും. കാരണം എന്താ? ദീനിന്റെ ഏറ്റവും വലിയ അറിവ് ക്ഷമയെ കുറിച്ചാണ്. എന്താ കാരണം? സ്വർഗത്തിന്റെ കവാടങ്ങളിലേക്ക് വരുന്നവരോട് ഒരേ ഒരു പരാമർശം, സ്വർഗത്തിന്റെ 8 വാതിലുകൾ നിൽക്കുന്ന മലക്കുകൾ പറയുന്നത് സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബുദ്ദാർ. നിസ്കരിച്ചത് കൊണ്ട് സ്വർഗത്തിൽ വരുമെന്നല്ല, നോമ്പ് നോറ്റത് കൊണ്ട് വരുമെന്നല്ല, 1000 കിതാബ് പഠിച്ചത് കൊണ്ട് സ്വർഗത്തിൽ വരുമെന്നല്ല. ക്ഷമിച്ച കാരണത്താൽ നിസ്കരിക്കണമെങ്കിൽ സബർ വേണം, നോമ്പ് നോക്കണമെങ്കിൽ സബർ വേണം, മക്കളെ വളർത്തണമെങ്കിൽ സബർ വേണം, ഭാര്യയെ ദീൻ പഠിപ്പിക്കണമെങ്കിൽ സബർ വേണം, ജീവിതത്തിലുടനീളം അനിവാര്യമായ സബറാണ്. കച്ചവടത്തിന് സബർ വേണം, യാത്രക്ക് സബർ വേണം, കൂട്ടുകാരനെ മയപ്പെടുത്തിയെടുക്കാൻ സബർ വേണം, ജീവിതത്തിലുടനീളം സബർ വേണം. സൂറത്ത് ആൽ ഇംറാനിലെ 200-ാമത്തെ വചനമാണ്. ഇസ്ബിറു വസാബിറു, ക്ഷമിക്കൂ, അജബൽ ലിഅംറിൽ മുഅ്മിനീൻ ഇന്ന അംറഹു കുല്ലഹു ഖൈറുൻ വലൈസ. റസൂൽ പറയാൻ എന്തൊരു ആശ്ചര്യമാണ്, എന്തൊരു അത്ഭുതമാണ് ഈ വിശ്വാസിയുടെ കാര്യം. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അല്ലാഹുവിലേക്ക് അഭയം തേടി അതിലവൻ അഭയം കണ്ടെത്തി ക്ഷമാലുവാകുന്നു. അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നു. ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ല മതി. മൊയ്തീൻ ശൈഖ് മതി എന്നല്ല, എനിക്ക് മമ്പർന്നങ്ങൾ ഉണ്ട് എന്നല്ല, എനിക്ക് സീമടവൂരുണ്ട് എന്നല്ല, എനിക്ക് എന്റെ റബ്ബുണ്ട്. ഹസ്ബി അല്ലാഹ്. ചെങ്കടല് കടക്കുമ്പോ എന്താ പറയുന്നത്? ബേജാറാണ്ട, ഇന്ന മഅിയ റബ്ബി സയഹ്ദീൻ, എന്റെ റബ്ബുണ്ട്. യൂസുഫ് നബി പറയാൻ റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക. യൂനുസ് നബി അലൈഹിസ്സലാം 5 ഇരുട്ടറകൾക്കുള്ളിൽ, ആകാശമേലാപ്പിന്റെ കാർമേഘത്തിന്റെ ഇരുട്ട്, സാഗരത്തിന്റെ ഉപരിതലത്തിലെ ഇരുട്ട്, അഗനീഭവിക്കുന്ന ആഴങ്ങളുടെ ഇരുട്ട്, മത്സ്യത്തിന്റെ വയറാകുന്ന ഇരുട്ട്, ഈ ഇരുട്ടറകൾക്കുള്ളിൽ നിന്ന് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. റബ്ബ്, ഞാൻ ഇന്ന് രാവിലെ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് 3 മണിക്കാണ്. 3 മണിക്ക് ഇറങ്ങി എന്റെ നാവിന്റെ തുമ്പത്ത് 25 കിലോമീറ്റർ ഞാൻ ദുആ ചെയ്തത് ഈ ഒരു ദുആ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക. അതുകൊണ്ട് എല്ലാം റെഡി. ഞാൻ വിചാരിച്ചതിനേക്കാൾ വേഗത്തിൽ എനിക്ക് ട്രെയിൻ കിട്ടി. എന്റെ കോടതി പ്രൊസീജിയറുകൾ വേഗത്തിൽ നടന്നു. എല്ലാം അത്ഭുതകരമായ സ്പീഡിൽ നടന്നു. എനിക്കുറപ്പുണ്ടായിരുന്നു ഈ ദുആ 5 ഇരുട്ടറകൾക്കുള്ളിൽ നിന്ന് യൂനുസ് നബിയെ കരക്കെത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ പ്രതിസന്ധിയിൽ നിന്ന് എന്റെ നാഥൻ എന്നെ രക്ഷപ്പെടുത്തും എന്നെനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ്, അത് വിജയിച്ചത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ അഭിമുഖീകരിക്കാൻ കഴിഞ്ഞത് എന്നോർക്കുമ്പോൾ പടച്ചവനിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു അടിമയെ അല്ലാഹ് പിഴക്കുകയില്ല. അലി റളിയല്ലാഹു അൻഹു ഒരു യുദ്ധം നടക്കുന്ന ദിവസം അലി റളിയല്ലാഹുവിന്റെ മനസ്സിലൊരു പൈശാചികത, നീ യുദ്ധത്തിൽ പോയാൽ കൊല്ലപ്പെട്ടാലോ, നീ യുദ്ധത്തിൽ പോയാലേ കൊല്ലപ്പെട്ടാലോ. ആയിദുൽ ഖർണിയുടെ പേടിക്കേണ്ട അല്ലാഹ് കൂടെ ഉണ്ട് എന്നൊരു ബുക്കുണ്ട്, അറബിയിലാണ്, പിന്നീട് മലയാളത്തിലേക്ക് ഭാഷാന്തരം ചെയ്തിട്ടുണ്ട്. ആ പുസ്തകത്തിൽ പറയുന്നത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരു യുദ്ധത്തിന് ഇങ്ങനെ പോയാൽ ചിലപ്പോൾ കൊല്ലപ്പെട്ടാലോ. പെട്ടെന്ന് തന്നെ അള്ളാഹുവിന്റെ ഹെൽപ്പ് വിശ്വാസികൾക്ക് അത് കിട്ടുമല്ലോ. പിശാചിനെ മാറ്റി നിർത്തി നല്ല ചിന്ത, ആ ചിന്ത കിട്ടി. എന്താ ചിന്ത? ഞാനിപ്പോ ഇന്നിന്റെ ഡേറ്റ് അല്ല നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ ഞാൻ മരിക്കൂല എന്നാണ് റബ്ബിന്റെ അടുത്തെങ്കിൽ ഞാൻ ഏത് യുദ്ധത്തിൽ പോയാലെന്താ? ഇനി എന്റെ റബ്ബിന്റെ വിധിച്ചൊന്ന് മരണോ, അത് ഞാൻ യുദ്ധത്തിൽ പോയിട്ടില്ലെങ്കിലും നടക്കും. അപ്പൊ ഏറ്റവും ബെറ്റർ ഏതാ? യുദ്ധത്തിന് ഇറങ്ങലാണ്. ഒരു വിശ്വാസി കിട്ടും. അല്ലാഹു ചെയ്തോ, അല്ലുണ്ട്, അല്ല മതി. 39-ാമത്തെ വചന, എന്റെ അടിമ പോലെ, അടിമക്ക് പുറമെയുള്ള ഉള്ളിയാക്കണ അമ്പിയാക്കണ ബീവിമാരെ അവരെ പറഞ്ഞു തന്നെ പേടിപ്പിക്കാമെന്നാണ് അവർ നോക്കുന്നത്. അല്ല പോലെ അല്ലാത്തൊരു ചോദ്യം. ആ അല്ല മതി എന്ന് വിശ്വസിച്ചവരാണ് ഇരിക്കുന്നത്. ഇനി ചിന്തിക്കും, സ്വന്തം കുടുംബം എത്ര കണ്ട ഇസ്ലാമാണ്. വ്യക്തി നന്നായി, ആ വ്യക്തിക്ക് കുടുംബത്തിൽ ഇടപെടാൻ കഴിയും. ഞാൻ ചെറിയൊരു കാര്യം പറയാം. സക്കരിയ സ്വലൈഹി അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ധാരാളം പ്രതിഫലം കൊടുക്കട്ടെ, മഅ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ 2-3 സ്ഥലത്ത് മയ്യത്ത് നിസ്കാരത്തിനും മയ്യത്ത് നിസ്കാരാനന്തരം ഖബറിസ്ഥാനിലും നിന്നിട്ടുണ്ട്.
എന്തെങ്കിലും ഒരു വിദൂരത്ത കബർസ്ഥാനിൽ കണ്ടാൽ സക്കരിയ സുലൈഹി അവിടുന്ന് അപ്പ പറയും ഇത് സുന്നത്തല്ല. സാധാരണഗതിയിൽ നമുക്ക് മയ്യത്ത് കവറെടുക്കുന്നിടത്തൊരു വിദൂരത്ത് കണ്ടാൽ പറയാൻ തോന്നില്ല, കാരണം സന്ദർഭം മരിച്ചതല്ലേ എന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷെ സക്കരിയ സുലൈഹി അത് എനിക്കത് കാണിച്ചു. എനിക്ക് ഏറ്റവും മോട്ടിവേഷൻ നൽകിയിട്ടുള്ള ആധുനികരുടെ കൂട്ടത്തിലായിരുന്നു സക്കരിയ സുലൈഹി. അപ്പൊ അദ്ദേഹം അവിടെ എന്ത് വിജയത്ത് കണ്ടാലും അപ്പോ അവിടെ ഒരു ചെടി വെച്ചിട്ട് പറിച്ചെടുത്തിട്ട് ഇതൊന്നും സുന്നത്തിലുള്ളത് സ്ഥിരപ്പെട്ടല്ല എന്ന് പറഞ്ഞിട്ട് ഓരോ കാര്യം അതിന്റെ മനസ്സിൽ എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം. അപ്പൊ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് ഞങ്ങളുടെ ഉമ്മ. 10 വർഷം ഒരു ഭാഗം തളർന്നു കിടന്ന് ഞങ്ങൾ 7 മക്കളും ദീന് പഠിച്ച ആളുകളാണ്. 4 പെണ്ണന്മാരാണ് എനിക്കുള്ളത്. അപ്പൊ ഉമ്മാന്റെ മരണം ആസന്നമായപ്പോ അതിന്റെ തലേന്ന് ഞാൻ സിറാജുൽ ഇസ്ലാം, എന്റെ അനുജനാണ്, ഞാൻ വിളിച്ചു, മോനെ ഇനി നീ വന്നിട്ടില്ലെങ്കിൽ ജീവനോടെ ഉമ്മച്ചിനെ കാണാൻ നിനക്ക് പറ്റില്ല, അതുകൊണ്ട് നീ ഇപ്പൊ തന്നെ പുറപ്പെട്ടാൽ ഇൻഷാ അല്ലാഹ് നിനക്ക് ഉമ്മച്ചിന്റെ മരണ ആസന്നമായ സന്ദർഭത്തിൽ സാക്ഷിയാണ്. അൽഹംദുലില്ലാഹ് അവൻ അതിന്റെ ഗൗരവം കൊണ്ട് നാട്ടിൽ വന്നു. സിറാജ് വന്നു, ഞങ്ങളെല്ലാം വന്നു, ഉമ്മന്റെ മയ്യത്തിന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ വായിക്കുന്നോടും പഠിക്കുന്നുണ്ടോ. ഉമ്മച്ചിന്റെ അടുത്ത് മലക്കുൽ മൗത്ത് എത്തിയിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ കണ്ടിട്ടില്ല, വെറുതെ അങ്ങനെ ആരും വിചാരിക്കരുത്. ഷമ്മച്ചിയുടെ ആക്ഷന് നന്ദി എനിക്കത് ബോധ്യപ്പെടുന്നു. അപ്പൊ ഞാൻ എന്റെ പെങ്ങന്മാരോടൊക്കെ എനിക്ക് പേടിയുണ്ടായിരുന്നു, കാരണം ഞങ്ങൾ അത്രയും ഞങ്ങളെ സ്നേഹിച്ച് പോറ്റിയ 37 കൊല്ലം ബാപ്പ ഖത്തറിലാവുമ്പോൾ ഞങ്ങളെ പോറ്റിയ ബാപ്പ ഇമ്മയാണ് ഈ കിടക്കണത്, അത് മനസ്സിലാക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളൊക്കെ പഠിച്ച ആളുകളാണെങ്കിലും ഉമ്മ മരിക്കുമ്പോൾ നമ്മുടെ നിയന്ത്രണം വിട്ടുപോകും. ആരെങ്കിലും ഒരാൾ, എന്റെ ബാപ്പാന്റെ 2 പെങ്ങന്മാരെ അവരൊക്കെ ഒന്നിച്ച് കളിച്ചു വളർന്ന ആളുകളാണ്. അത്ര പ്രായത്തിൽ എന്റെ ബാപ്പാന്റെ പെങ്ങളെ ചെറിയ കുട്ടി ഇരിക്കുമ്പോൾ ഉമ്മ അവിടെ വരുന്നത്. അവരൊക്കെ അത്രയും സ്നേഹത്തിൽ കഴിഞ്ഞവരാണ്. ഇപ്പൊ ഞാൻ അമ്മായിമാരുണ്ട് 2 ആള്, ഇവരൊക്കെ ഉണ്ട്, ഇളയമ്മണ്ട്, ഇളാപ്പുണ്ട്, എല്ലാം. അപ്പൊ ആരെങ്കിലും ഒരാൾ ശബ്ദം ഉണ്ടാക്കി ഇവിടുന്ന് കരഞ്ഞാൽ ഓലെ ഞാൻ ഇവിടുന്ന് പിടിച്ചു പുറത്താം. 2 മിനിറ്റ് കൊണ്ട് ഉമ്മ മരിക്കും. ഈ മരണം നടന്ന് ഉറപ്പായിട്ട് ആരെങ്കിലും ഇവിടുന്ന് കരഞ്ഞാൽ അത് ആരാണെങ്കിലും, ആരമ്മയുടെ മക്കളാണെങ്കിലും ഞാൻ ഇവിടുന്ന് പിടിച്ചു പുറത്താം. അത് പറയാനുള്ള ഒരു പ്രേരണ എനിക്കുണ്ടായത് സക്കരിയ സുലൈഹി എന്ന് ഞാൻ പഠിച്ച ഈ തർബിയത്ത്. കാരണം ആ സന്ദർഭത്തിൽ ആരും ഇത് പറയില്ല. സുന്നത്തിനെതിരെ പ്രവർത്തിക്കരുത് എന്ന് പറയാൻ പറ്റണം നമുക്ക് ഉമ്മാന്റെ മയ്യത്ത് എടുത്തു വെച്ചിട്ട്. അവിടെ ഒരു വിധേയത്തിന്റെ അംശം കണ്ട, കാരണം നമ്മളെ അമ്മച്ചിക്ക് അത് പുണ്യമായി കിട്ടൂല. ഇത്രയും കാലം തൗഹീദിന് വേണ്ടി ജീവിച്ചിട്ട് അവിടെ ഒരു അരുതാത്തത് നടക്കരുത് എന്ന ജാഗ്രത അത് നമുക്ക് ഉണ്ടാകണമെങ്കിൽ തൗഫീക്ക് വേണമെന്നാണ്. ഞാനൊരു ഉദാഹരണം പറയാം. മണിമല ക്ഷേത്രത്തിൽ ഒരു പ്രസംഗത്തിന് പോയി. അപ്പൊ അവിടുത്തെ വലിയ കാവ്യാര് അവർ ക്ഷണിച്ചിട്ടുണ്ട്. കാരണം കഴിഞ്ഞ മണിമല ക്ഷേത്രോത്സവത്തിന് ഇയാളായിരുന്നു പങ്കെടുത്തത്. ആ തവണ എന്നെ വിളിച്ചു. അപ്പൊ അയാൾ എന്റെ അടുത്ത് ഇതുപോലെ തലപ്പാവൊക്കെ ധരിച്ച് ജുബ്ബട്ടൊരു ഉസ്താദ് എന്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്. അവിടുത്തെ ഫസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ഒരാൾ ഉയരത്തിലുള്ള നിലവിളക്ക് കൊടുക്കുക എന്നുള്ളതാണ്. വന്ന പ്രതിനിധികൾക്ക് വേണ്ടി ഓരോ തിരി വെച്ചിട്ടുണ്ട്. അവരുടെ എണ്ണ അനുസരിച്ച് തിരി വെച്ചിരിക്കുകയാണ് ഇതിൽ കത്തിക്കാൻ. അപ്പൊ ഞാനിങ്ങനെ ഇരിക്കുന്നുണ്ട്, ഈ ഉസ്താദ് ഇരിക്കുന്നുണ്ട്, ബാക്കിയുള്ളവരൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ നിലവിളക്കിൽ തിരി കൊടുക്കാൻ വേണ്ടി എല്ലാവരെയും വിളിച്ചു. അപ്പൊ എല്ലാവരും എഴുന്നേറ്റും. മൊയ്ലിയാരി എഴുന്നേക്കാൻ നോക്കി. അപ്പൊ എന്റെ ജുബ്ബ ഇങ്ങനെ ഉള്ള പോലെ തന്നെ മൊയ്ലിയാരി ജുബ്ബ എന്റെ അടുത്താണ് വിട. ഞാൻ ആ ജുബ്ബ അവിടെ പിടിച്ചാണ് വെച്ചു. മൊയ്ലിയാർ ഞാനിവിടെ പിടിച്ചു വെക്കുകയാണ്. അപ്പൊ ഞാനും ഇരുന്ന് മൊയ്ലിയാരി ഇരുന്നു. മൊയ്ലിയാരി ഇരിക്കാൻ ആഗ്രഹിച്ചാണല്ല, കൊടുത്താൻ ആഗ്രഹിച്ചാണ്. അപ്പൊ എല്ലാവരും കൊടുത്ത് എല്ലാവരും ഒരു ഭീകര ജീവനെ പോലെ നോക്കി. ഒരു ഭീകര ജീവനെ പോലെ നോക്ക്. പ്രസംഗത്തിൽ ഞാൻ എന്തുകൊണ്ട് ഇത് കൊളത്തിയില്ല എന്നുള്ളത് പറഞ്ഞു. ആ പ്രസംഗം വിശദീകരിച്ചു. പരിപാടിയൊക്കെ കഴിഞ്ഞ് അവിടെയുള്ള ആളുകൾ എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് ആർക്കും ഇതിന്റെ രഹസ്യം അറിയില്ല, നിങ്ങൾ എന്തുകൊണ്ട് കൊളത്തില്ല, ഞങ്ങൾക്ക് ഒരു പരാതിയിൽ ഒരു വരുപോലെ. മൊയ്ലിയാരിനോട് പറയുന്നത് എന്താ പറയുക, അത് നിങ്ങളിന്നെ പിടിച്ചു വെച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞാനും ആ ശിർക്ക് ചെയ്തു പോവുകയായിരുന്നു. അൽഹംദുലില്ലാഹ്, അല്ലാഹു പ്രതിഫലം. നേരെ മറിച്ച് ഇതേ പ്രസ്ഥാനം, മുജാഹിദ് പ്രസ്ഥാനത്തിൽ ചിലർ പോയിട്ട് നിലവിളക്ക് കൊടുത്തിട്ടുണ്ട്. എന്താ? തൗഫീഖ് ഇല്ലാത്തതുകൊണ്ട്, ഇസ്തിഖാമത്ത് ഇല്ലാത്തതുകൊണ്ട്. ഏത് സദസ്സിൽ വെച്ചും നമുക്ക് നമ്മുടെ അഖീദ കാത്തു സൂക്ഷിക്കേണ്ടത്. അഖീദ വിട്ടുകൊണ്ട്, അഖീദ വിട്ടോ കഴിഞ്ഞു, ബാക്കി എന്തുപോലല്ല. നിങ്ങൾ വിചാരിച്ചു കണ്ടുപിടിച്ചിട്ടൊന്നല്ല. ഇതൊക്കെ അള്ളാഹിനോട് നിങ്ങളുടെ കുറുക്കല്ല തേടിയാലോ, തേടിയില്ലെങ്കിലും ചിലപ്പോൾ അള്ള ഉദ്ദേശിച്ചവർക്ക് പുറത്തു കൊടുക്കും. ഷിർക്കിന്റെ അംശം പുറത്തു കൊടുക്കില്ല. അതുകൊണ്ട് നമുക്ക് കിട്ടിയ തൗഹീദ് ഉണ്ടല്ലോ, അത് ചെറുതായിട്ട് കാണണ്ട. ഈ ലോകത്തെ ഏറ്റവും അമൂല്യമായ ഒന്ന് ഈ തൗഹീദാണ്. അത് കളഞ്ഞു വിളിക്കാതിരിക്കുക. കുടുംബത്തിലൊക്കെ അത് പകർന്നു കൊടുക്കുക. ഈ കെട്ടിപ്പടിച്ച കുടുംബത്തിലൊക്കെ പകർന്നു കൊടുക്കുക. അതാണ് ഒരു ഭാഗം. ഇങ്ങനെ നന്നായവരുടെ ഒരു കൂട്ടായ്മയാണ് പിന്നീട് ഇസ്ലാമിക രാഷ്ട്രമായിട്ടും മഹല്ലായിട്ടും ഒക്കെ രൂപപ്പെടുന്നത്. നമ്മളിവിടെയൊക്കെ വന്നു, നമ്മളൊരു മഹല്ല രൂപീകരിച്ചു. എന്തെല്ലാം ചുമതലകളുണ്ട്. അപ്പൊ നിങ്ങൾ നമുക്കൊരു പള്ളി കമ്മിറ്റി രൂപീകരിക്കുകയാണെങ്കിൽ 5 ഗുണം ഉണ്ടാവണം എന്നാണ് അള്ള പറയുന്നത്. കിതാബ്, അള്ളാന്റെ കിതാബിലെ 9-ാം അധ്യായം സൂറത്ത് തൗബയിലെ 18-ാമത്തെ വചനം എന്താ? ഇന്നമായ മസാജിദ് തുടങ്ങണേ പള്ളി പരിപാലന കമ്മിറ്റി.
ആ കമ്മിറ്റിയിൽ പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജിനെ തെരഞ്ഞെടുക്കുമ്പോൾ അയാൾക്ക് 5 ഗുണം ഉണ്ടോ എന്ന് നോക്കണം. കേരളത്തിൽ ഒട്ടുമിക്ക പള്ളികൾ ഇത് നോക്കിയിട്ടില്ല. ഒന്നാമത്തെ ഗുണം എന്താ? ഒന്നാമത്തെ ഗുണം ഈ വ്യക്തി അല്ലാഹുവിലും അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്ന ആളാവണം. അല്ലാഹുവിൽ വിശ്വസിക്കണം, അന്ത്യദിനത്തിൽ വിശ്വസിക്കണം, നിസ്കാരം കൃത്യമായിട്ട് നിർവഹിക്കുന്ന ആളാവണം, സക്കാത്ത് കൊടുക്കാൻ അർഹനാണെങ്കിൽ 2.5% സക്കാത്ത് കൊടുക്കുന്ന ആളാവണം. അഞ്ചാമത് അല്ലാഹുവിനെ മാത്രം പേടിക്കുന്ന ആളാകണം. പവറുണ്ടാകണം. അത് കമ്മിറ്റിയിൽ ഒരു തെമ്മാടിത്തം കണ്ടാൽ അത് എതിർക്കാനുള്ള കഴിവ്. നിങ്ങൾ ആരെങ്കിലും പള്ളി കമ്മിറ്റിയിൽ ഉപയോഗിക്കും ഈ ആയത്ത് മുന്നിൽ വെച്ചിട്ട് കമ്മിറ്റിയിലെ പ്രസിഡന്റ്, സെക്രട്ടറി തെരഞ്ഞെടുത്തിരുന്നു. പ്രസിഡന്റ് ചിലപ്പോൾ പള്ളിയിൽ തന്നെ വരുന്നുണ്ടാവില്ല, അയാളെ തുണി നകേണ്ടതായിരിക്കും. അയാൾ ചിലപ്പോൾ ആ നാട്ടിലെ വലിയൊരു രാഷ്ട്രീയക്കാരനായിരിക്കും. അത് നോക്കിയിട്ട് എന്റെ ഒരു കച്ചറുണ്ടായ മൂപ്പർ ഉപയോഗിക്കാനോ ഉദ്ദേശിച്ചിട്ട് അയാളാക്കി. പക്ഷെ അള്ള പറഞ്ഞ ഈ 5 യോഗ്യതയാണ് ഒരു പള്ളി കമ്മിറ്റിയിൽ ഉപയോഗിക്കുന്നത്. പിന്നെ നിങ്ങളോട് പറയണമല്ലോ, ഇത് ചെറിയ പള്ളിയല്ല, ഇതിനെ നമ്മൾ ചെറുതാക്കണ്ട. ഞാൻ ചോദിക്കും, ദാറുൽ കൊളുത്തിയ വെളിച്ചം എന്ന് ലോകം മുഴുവൻ നടക്കുന്നില്ലേ? നമ്മളൊരു കൊച്ചു കേരളത്തിലാണ്. ഈ കേരളം മുഴുവൻ ഈ വെളിച്ചം ഉണ്ടാവും, നമ്മൾ പരിശ്രമിച്ചാൽ. പിന്നെ ലോകത്ത് വെളിച്ചം ഉണ്ടാക്കാൻ ആ വെളിച്ചത്തിന് ഹിദായത്ത് നമ്മളെ ബാധ്യത. നമ്മൾ പകർന്നു കൊടുക്കുമ്പോൾ കത്തിയ കത്തട്ടെ, വെളിച്ചാവട്ടെ. നമ്മളോട് ചോദിക്കില്ല എത്ര ആളെ ഇസ്ലാമാക്കി നമ്മൾ ചോദിക്കില്ല, എത്ര കെത്തിച്ചു കൊടുക്കും നമ്മൾ ചോദിക്കും. ഇത് എത്ര കെത്തിച്ചു കൊടുക്കും, ഈ വെളിച്ചം എത്ര കെത്തിച്ചു, ഈ പള്ളിയിൽ നിന്ന് കിട്ടുന്ന ഈ വെളിച്ചം എത്ര കെത്തിച്ചു. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നവർക്ക് ഒരു ജീവിതത്തെ കുറിച്ച് നമ്മളൊന്ന് ആഗ്രഹിച്ചു. പല അനുസൃതിയുണ്ടാവുകയാണ്. ഒരു സുബൈ ജമായത്ത് നഷ്ടപ്പെട്ടു. ഒരു സുബൈ ജമായത്ത് മരിക്കുന്നവരെ അതോർത്ത് കരഞ്ഞു. ഒരൊറ്റ സുബൈ ജമായത്ത് നഷ്ടപ്പെട്ടിട്ട് മരിക്കുന്നവരെ കരഞ്ഞു എങ്കിൽ പറ, നമ്മുടെ ഒരു അവസ്ഥ എന്താ? നമ്മുടെ ഒരു അവസ്ഥ. കണ്ണ് കാണാത്ത അബ്ദുല്ലാഹ് ഇബ്നു മക്തൂമിനോട് അല്ലാഹ് പറഞ്ഞുകൊണ്ട് റസൂൽ പറയാണ്, ബാങ്ക് ഇപ്പോൾ നീ ചോദിക്കും, നാ വരുന്നു. 2 കണ്ണില്ലാത്ത മനുഷ്യനോട് പറയുന്നത് നാ വരണം. അംർ ഇബ്നു ജുമൂഹ്, അദ്ദേഹം വികലാംഗനായി, ഒരു കാല് മടങ്ങിയിട്ടേ, ഒരു കാലിൽ തുള്ളിയിട്ടാണ് അദ്ദേഹം പള്ളിയിൽ വന്നു. നമ്മളോ 2 കാലുണ്ട്, ആരോഗ്യമുണ്ട്, വാഹനമുണ്ട്. ആ പള്ളിയിൽ 5 വക്ത് നിസ്കരിച്ചാൽ കിട്ടുന്ന രോമാറ്റ ദിമ്മത്തില്ല. അയാൾ അല്ലാന്റെ ദിമ്മത്തിലാണ്, സംരക്ഷണത്തിലാണ്. ഒരു സുബൈ നിസ്കരിച്ച് ജമാഅത്ത് നിസ്കരിച്ച ഒരു വ്യക്തി അല്ലാഹുവിന്റെ സംരക്ഷണത്തിലാണ്, അല്ലാഹുവിന്റെ സൈന്യത്തിന്റെ പ്രൊട്ടക്ഷൻ. ഒരു സഹാബിയോട് പോകുമ്പോൾ റസൂൽ പറയാണ്, ജിബ്രീൽ മഅക്കും, ജിബ്രീലിനെ കൂടെ പൊയ്ക്കോ, അല്ലാഹു ജിബ്രീലിനെ ഏർപ്പാടാക്കി തന്നിട്ടുണ്ട് കിട്ടോ. മലക്കുകളുടെ സംരക്ഷണം അല്ലാഹു ഉണ്ടാക്കി തരും, അവരുടെ സഹായം അല്ലാഹു നമുക്ക് തരും. അള്ളാന്റെ കൽപ്പന പ്രകാരം അവർ നമ്മളെ സംരക്ഷിക്കും. അത് ഉറപ്പാണ്. എന്നെ ട്രെയിൻ ഒരിക്കൽ ഒരു സംഘം പിടിച്ചുകൊണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ ഒരാൾ തെറിച്ചു കൊണ്ടുണ്ടാകുന്ന എന്താ? ഒരു രോമത്ത് പോറിൽ പോയി നിൽക്കാതെ അള്ളാഹുവിനെ രക്ഷപ്പെടുത്തി. ഞാൻ ഇന്നും ഉൾക്കിടലത്തോളം എന്റെ കയ്യിലൊരു സ്റ്റീലിന്റെ ബോക്സ് ഉണ്ട്. ആ ബോക്സ് മെറ്റലിലേക്ക് ഇങ്ങനെ കുത്തിയിട്ടാണ് ഒരു പരിക്കും പറ്റാതെ. തള്ളിയിട്ടത് ആരാന്നുകൾ ഞാൻ പ്രസംഗം കഴിഞ്ഞിട്ടുണ്ടോ ചോദിച്ചാൽ ഞാൻ പറയാം. ഒരു സുതാര്യം ഇവിടെ നിൽക്കുന്നുണ്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാഹുവിന്റെ ദിമ്മത്ത്. ഞങ്ങൾ ഒന്നിച്ച് പോയി വാഹനത്തിൽ, എന്റെ കുടുംബം മൊത്തം ഒരു ആക്സിഡന്റ് ഉണ്ടായി. ഓർമ്മയുണ്ടാവും, നമ്മുടെ ഹൈവേയിൽ കടവൂർ റിസോർട്ടിന്റെ അടുത്ത് വാഹനത്തെ പറഞ്ഞ് 4 ടയറും മേലെ. അപ്പൊ അന്ന് എല്ലാരും ചോദിച്ചു, നിങ്ങൾക്ക് എന്തേ പരിക്ക് വെച്ചാതിരുന്ന്? ഞാൻ പറഞ്ഞു, രാവിലെ പുറപ്പെടുമ്പോ എല്ലാ ദിക്റും ചെല്ലി കാറിൽ കയറി ഇരുന്ന് പുറപ്പെടുന്നതിന് മുമ്പ് എന്തൊക്കെ ചെല്ലാണ്ട് അതൊക്കെ ചെല്ലി എന്ന് ഞാൻ പറയുന്നുണ്ട്. ഈ ദിക്റുകൾ ചെല്ലിയാൽ ഇമാം അഹമ്മദ് നമ്പർ പറഞ്ഞിട്ടുണ്ട്, ഈ ദിക്റുകളൊക്കെ ചെല്ലിയാൽ അള്ളാന്റെ ദിമ്മത്തിലായിരിക്കും, അള്ളാന്റെ സംരക്ഷണത്തിലായിരിക്കും, ഒരു കുഴപ്പമുണ്ടാവില്ല. അതാണ് ബോധ്യപ്പെടുക നമുക്ക് ജീവിതം കൊണ്ട്. അപ്പൊ ജീവിതത്തിലുടനീളം ഈ ദിക്റുകളും ദുആകളും അല്ലെ. ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കും ആളുകളിൽ ചോദിക്കുന്നത് പേടിയാവൂലേ? ക്ഷേത്രത്തിലെ സ്റ്റേജിൽ ഒറ്റക്ക് നിർത്തി വെക്കലുണ്ട്. അപ്പൊ ആളുകൾ ചോദിക്കും, അടിയിൽ ബോംബ് വെച്ചാലോ? അതൊന്നും ഇവിടുത്തെ ആരും ചെയ്യില്ല, നമ്മളെ ധാരണയാണ്. അപ്പൊ ഒറ്റയ്ക്ക് വരുമ്പോ ഞാൻ ആകെ പ്രാർത്ഥിക്കുന്ന ഒറ്റ പ്രാർത്ഥനയാണ്, അല്ലാഹുവേ, ഈ ലോകത്ത് ഏറ്റവും വലിയ ശിർക്ക് നടക്കുന്ന സ്ഥലത്തേക്കാണ് ഞാൻ കയറുന്നത്. നിനക്ക് ഇഷ്ടമില്ലാത്തതാണ് അത്. പക്ഷെ ഇവിടെയുള്ള അടിമകളൊക്കെ നിന്റെ അടിമകളാണ്. അവരുടെ ഹൃദയം നിന്റെ വിരലിനുള്ളിലാണ്. അതുകൊണ്ട് നാഥ, അവരുടെ ഹൃദയം ഈ പ്രഭാഷണത്തിന് അനുകൂലമാക്കി തരണേ. ഒരു മൂക്ക് നിൽക്കുന്ന പ്രശ്നം പോലും ഒരു സ്ഥലത്ത് ഉണ്ടായിരുന്നു. ഒരു സുന്നി മഹൽ പോയി പ്രസംഗിച്ച സ്റ്റേജ് വരെ കത്തിക്കും, ഇവിടെ കല്ലെറിയും. പക്ഷെ ഈ സമൂഹത്തെ അല്ലാതെ നമുക്ക് ഇതേപ്പെടുത്തിയപ്പോൾ ഞാൻ ഒന്നുകൂടി പറയുന്നു, അനന്തമായ സാധ്യതകളാണ് അല്ലാഹു വെച്ചത്. ഇവിടെ വരുന്ന എന്റെ കുട്ടി ഇവിടെ ചേരണമെന്നോ മോഹിച്ചു നോക്കി. ഈ ഇരിക്കുന്ന ഏതെങ്കിലും ഒരാളുടെ മകനെ, മോനെ ഇവിടെ പഠിക്കട്ടെ, ഇവിടെ പഠിച്ച് കിതാബ് തിരിയട്ടെ, നാളെ ഉപ്പ മരിച്ചാൽ ഉപ്പാന്റെ മയ്യത്ത് നിസ്കരിക്കാനുള്ള ഒരു ഇൽമ ഓനുണ്ടാകട്ടെ. MBBS പഠിപ്പിച്ചു, എഞ്ചിനീയറാക്കി. ഒരുത്തൻ വക്കുറ്റിയനായിരുന്നു, ഓനെ കൊണ്ടുപോയി ജാമ്യത്തിൽ എന്തിലാക്കി. നീ വെറുതെ അറിയണ്ട. അതായത് എന്നിട്ട് ബാപ്പ കാത്തിക്കുക. ബാപ്പ മാത്രല്ല, MBBS പഠിച്ച ഇക്കാക്ക കാത്തിക്കുക, എഞ്ചിനീയർ പഠിച്ച ഇക്കാക്ക കാത്തിക്കുക. ആരെ? വക്കുട്ടി ഹിക്കമീനെ കാണാന്. അങ്ങനെ പറഞ്ഞോണ്ട് അത് തെറ്റിദ്ധരിക്കണ്ട.
ഈ ഹിക്കമി വന്നാലേ വാപ്പാന്റെ മയ്യത്ത് നിസ്കരിക്കും. എന്താ 4 തെക്കുബീരല്ലേ അതിന്റെ ഇടയിലുള്ള പ്രാർത്ഥന. MBBS പഠിപ്പിച്ചപ്പോൾ പഠിക്കാൻ മക്കൾക്ക് നേരം കിട്ടിയില്ല, എഞ്ചിനീയർ ആയപ്പോൾ പഠിക്കുവാൻ നേരം കിട്ടിയില്ല. ആ ദർസ് ഉസ്താദ് പഠിപ്പിച്ചോ മനപ്പാടാക്കി. അതുകൊണ്ട് ബാപ്പാക്ക് ആകെ കിട്ടിയ പ്രാർത്ഥന ആരതാ? ഒരു 3000 രൂപ മുടക്കിയ ജാമ്യത്തിൽ ചേർത്ത മോനെ. ഇവിടെ 35 ലക്ഷം മുടക്കി ഓനെ 4 വരി പ്രാർത്ഥിക്കാൻ പോലും അറിഞ്ഞൂടാ. ഓൻ MBBSന്റെ എല്ലാം അറിയാം, പക്ഷെ ബാപ്പാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പോണ. ഇതല്ല ആരാമെച്ചം. പലതും സാലിഹുൽ സാലിഹായ മക്കള്. അതുണ്ടാക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ എനിക്കൊരു കാര്യമാണ്. വർഷങ്ങൾക്കപ്പുറത്ത് ഞാൻ ഈരാറ്റുപേട്ട പോയി. അവിടുത്തെ ദായിയായിട്ട് അവിടെ ചെന്നു. 1-2 വർഷം നിരന്തരമായി അവിടെ നിന്ന് പ്രവർത്തിച്ചു. കല്ലേറും കൂക്കുവിളിയും ബഹിഷ്കരണവും ബഹളവും. എന്തുണ്ടായത്? ഓരോ വീടുകളിൽ ഞങ്ങൾ കയറിയിറങ്ങി. ഒറ്റക്കും കൂട്ടായും അമ്പിച്ച വിപ്ലവമായിരുന്നു ഈരാറ്റുപേട്ടയിൽ. 30,000-ലധികം വരുന്ന മുസ്ലിങ്ങൾ വരുന്ന ലീഗ് വർഷങ്ങളായി അടക്കി ഭരിച്ചൊരു സ്ഥലമാണ് ഈരാറ്റുപേട്ട. 10,000-ഓളം തബ്ലീഗ് ജമാഅത്തുള്ള സ്ഥലമാണ്. അവിടെ മസ്ജിദുൽ ഇസ്ലാം ഉണ്ടായി, അതിൽ 3 നിലയുണ്ടായി, അവിടെ സ്കൂളുണ്ടായി, പലതും ഉണ്ടായി. പിന്നീട് സംഘടന പിളർന്നു, പല സംഘടനയായി, അവിടെ സ്ഥാപനങ്ങൾ വന്നു, അനേക പള്ളികൾ വന്നു. വമ്പിച്ച വിജയമായി, പള്ളി നിറയെ ആളുകളായി. ഇതൊക്കെ എങ്ങനെ ഉണ്ടായി? അശ്രാന്തമായ പരിശ്രമം കൊണ്ട്. തിരുവനന്തപുരത്ത് നമ്മൾ ചോദിച്ചോ, ഇവിടെ ഉണ്ടല്ലോ ഇട്ട ആളുകൾ സാക്ഷി വഹിച്ചവര്. എന്തേ? ആത്മാർത്ഥമായി അവിടെ നിന്ന് എല്ലാവരും തറാവീന് ശേഷം 30 ക്ലാസ് എടുത്തു. വെള്ളിയാഴ്ച ജുമാഅത്ത് ശേഷം ക്ലാസ് എടുത്തു. നിരന്തരമായ ബോധവൽക്കരണത്തിലൂടെ ആ സമൂഹം നന്നായി, ഉപദേശത്തിലൂടെ നന്നാക്കാൻ പറ്റാത്ത ആരുമില്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഫുജൂറും അവന്റെ തഖ്വയും സ്വാഭാവികമായും രണ്ടിലും എന്താണോ ഊതിക്കാച്ചുന്നത്, ഫുജൂറാണോ അത് വളരും, തഖ്വയാണോ അത് വളരും. നമ്മുടെ ഉദ്ദേശം എന്താണ്? ഈ തഖ്വയെ ഊതിക്കാച്ചിയ പൊന്നാക്കി സ്വന്തത്തിനും കുടുംബത്തിനും സ്വന്തം ജീവിതം ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനോളം വലിയ കാര്യമുണ്ടോ? ഞാൻ കഴിഞ്ഞ ദിവസം കാരന്തൂരിൽ നടത്തിയ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, 50 രൂപക്ക് ഞാൻ ഡെയിലി പുകവലിക്കുകയാണെങ്കിൽ 5,48,000 രൂപ വേണം എനിക്ക്. 31 കൊല്ലം, 20ാമത്തെ വയസ്സിൽ വലിച്ചു തുടങ്ങിയ. ഇനി ഇത് 200 രൂപയ്ക്ക് കള്ളാണെങ്കിലോ 26 ലക്ഷത്തി സംതിങ് ആണ് 31 കൊല്ലം കൂടി കുടിച്ചു തീർക്കണേ. നിങ്ങൾ ആലോചിച്ചു നോക്ക്. അപ്പോ കഞ്ചാവിൽ നിന്ന്, കള്ളിൽ നിന്ന്, സകലതമ്മാടിത്വത്തിൽ നിന്ന് വിമോചിക്കപ്പെട്ട് അന്തസ്സായി അധ്വാനിച്ച് കുടുംബത്തെ പറ്റി ഭാര്യയെ മാന്യമായി വസ്ത്രം ധരിപ്പിച്ച് മക്കൾക്ക് ദീന് പറഞ്ഞു കൊടുത്ത് മക്കളെ കൂടെ ഇരുത്തി ഭക്ഷണം കൊടുത്ത് ദിക്റുകൾ ചൊല്ലി അവരെ പ്രാർത്ഥന പഠിപ്പിച്ച് ഒളിവ് ചെയ്ത് ഉറക്കിച്ച് അവരുടെ കൂടെ ഇങ്ങനെ ലയിച്ച് ചേരുന്ന ഒരു ജീവിതം ഉണ്ടല്ലോ, അതിന്റെ ആസ്വാദനം അപാരം. അതുകൊണ്ട് നമ്മളൊക്കെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഞാന് എന്റെ അസുഖത്തിന് ശേഷം ഇത്രയും ദീർഘിച്ച ക്ലാസ് 7 മാസത്തിന് ശേഷം ആദ്യമായിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. എനിക്ക് നിങ്ങളോട് പറയാൻ നേരം എടുക്കുന്നവരെ പറയാൻ കഴിയും. അൽഹംദുലില്ലാഹ് ആ വാചാരതൊക്കെ അല്ലാഹു തന്നിട്ടുണ്ട്, ഭാഷയും തന്നിട്ടുണ്ട്, ഓതാനും പറയാനും കഴിയും തന്നിട്ടുണ്ട്. പക്ഷേ എല്ലാത്തിനും ഒരു ലിമിറ്റ് വേണമല്ലോ. അതുകൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ഇനിയും ഡിസംബറിൽ പരിപാടി വെച്ച ആരോഗ്യന്റെ രണ്ടാമതൊരു വിഷയം വെച്ചിട്ട് ഇതുപോലെ നമുക്ക് ഈ മഹലിലൊക്കെ കയറി ഇറങ്ങാം, ഒരു പബ്ലിക് പരിപാടിയൊക്കെ വെക്കുക. ഈ നാട്ടിലെ അമുസ്ലിങ്ങൾ പൊളിച്ച് ചെറിയൊരു ഓഡിറ്റോറിയത്തിൽ കൊണ്ടുവരിക. ഞങ്ങൾക്ക് നിങ്ങളോട് ചില കാര്യം പറയാനുണ്ടെന്ന് പറയാം. എന്നിട്ട് അവിടെ അവരെ ഗ്രന്ഥം ധരിച്ചുകൊണ്ട് ഇതൊക്കെ പറയാം. അങ്ങനെ നാട്ടിലൊരു ചലനം ഉണ്ടാകുക. ഇതൊരു ലൈറ്റ് ഹൗസ് ആകുക. ലൈറ്റ് ഹൗസിന്റെ പ്രത്യേകത എന്താ? ലൈറ്റ് ഹൗസ് ദൂരെ കപ്പൽ വരുമ്പോ അവർക്ക് വഴി കാണിക്കാനാ. നമ്മളോ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് അല്ല പറഞ്ഞ എന്താ അറിയോ? റസൂലുള്ളാഹിനെ നിയോഗിച്ചതിനെ കുറിച്ച് പറഞ്ഞെടുത്ത് പറഞ്ഞെന്താ? വസിറാജൻ മുനീറാ യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ശാഹിദൻ വമുബശ്ശിറാ വദാഇയൻ ഇലല്ലാഹ് ബിഇസ്നിഹി വസിറാജൻ മുനീറാ. ഓ നബിയേ, അങ്ങ് സാക്ഷിയാണ്, മാതൃകയാണ്, അങ്ങ് വിളക്കാണ്, അങ്ങ് ലൈറ്റ് ഹൗസാണ്, അങ്ങ് ബഷീറാണ്, അങ്ങ് നദീറാണ്, അങ്ങ് ലോകത്തിന് വെളിച്ചമാണ്. അല്ലെ? എത്ര പേര് മാതൃകയാക്കിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ. ആ മാതൃക അവലംബിച്ചു നബി, അവർക്കിടയിൽ ജീവിച്ചു, നബി മാതൃക കാണിച്ചു. ആ മാതൃക അവർ പിൻപറ്റി ലോക ചരിത്രത്തിൽ ഏറ്റവും നല്ല മനുഷ്യന്മാരായവർ മാറി ലോകത്തിന്റെ മുമ്പിൽ അവർക്ക് സാക്ഷികളായി റസൂൽ അവരെ സമർപ്പിച്ചു. മരിക്കുമ്പോ അള്ളാന്റെ സഹായവും ആസന്നമായ ഭാവിയിലെ വിജയമൊക്കെ കണ്ടു. അങ്ങനെ ഇസ്തിഗ്ഫാർ നടത്തി അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടി അവസാനത്തെ നിസ്കാരത്തിൽ മുഴുവനും ഈ ആയത്തിനെ ബേസ് ചെയ്ത് ദിക്ർ രൂപപ്പെടുത്തി അള്ളാഹുവിലേക്ക് മടങ്ങി, റഫീഖുൽ ആലയിലേക്ക് മടങ്ങി അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഏൽപ്പിക്കപ്പെട്ട ദൗത്യം സമ്പൂർണമായി നിർവഹിച്ച്
ലോകത്തിന് അഭിമാനമുള്ള ഒരു മതം സമ്മാനിച്ച് അലദ്ദീനി കുല്ലിഹി എന്ന അവസ്ഥയിലേക്ക് എത്തിച്ച് ആ റസൂല് ഹൽ ബല്ലഅതുകും, ഇവിടെ ഹാജറുള്ളവർ ഇത് ഹാജറില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലയോ എന്ന് ചോദിച്ച് അല്ലാഹു മിഷ്ഹദ് അവർ സാക്ഷ്യം വഹിച്ചു. പടച്ചോനോട് കൈയുയർത്തി നീ ഇതിന് സാക്ഷിയാണെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഏറ്റെടുത്തൊരു ദൗത്യം, ഈ സ്ഥാപനം കുട്ടികളെ പഠിപ്പിക്കാം, അവർ വിജ്ഞാനികളാക്കാം എന്നതിന്റെ ആളുകൾ ഏറ്റെടുത്ത ബാധ്യത അല്ലെ, അതൊരു വലിയ അമാനത്ത്. അതുകൊണ്ടാണ് റസൂൽ കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും അല്ലെ അൻ റഇയതിഹി, അവർക്ക് ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് ഉത്തരവാദിത്വത്തെ കുറിച്ച്, അമാനത്തിനെ കുറിച്ച് ആ സൂറത്ത് അഹ്സാബിൽ പറയുന്ന 70 മുതലുള്ള വാചകം, ആ അമാനത്ത് ഏറ്റെടുത്തവരാണ് നമ്മൾ. ആ അമാനത്ത് ഭംഗിയായിട്ട് നിർവഹിക്കുക. സർവശക്തനായ പടച്ച തമ്പുരാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. എൻ്റെ എനർജി ഇവിടെ അവസാനിക്കുന്നു. അള്ളാഹു കൂടുതൽ ദീനിനെ സേവിക്കാനുള്ള തൗഫീക്ക് നൽകാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുക. നിങ്ങൾ ഞങ്ങൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്യുക, ഈ സ്ഥാപനത്തിന് വേണ്ടി ദുആ ചെയ്യുക. നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് ഇതിനു വേണ്ടി അല്ലെ, അല്ലദീന യത്ലൂന കിതാബല്ലാഹി വ അഖാമുസ്സലാ വ അൻഫിഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വ അലാനിയ. തിജാറത്തിൽ ബന്ധപ്പെടുന്ന ആയത്ത് അവസാനിക്കുന്നത് 35-ാം അധ്യായം സൂറത്ത് ഫാത്തിർ 29-ാമത്തെ വചന. നിരന്തരമായി ഖുർആൻ ഓതുകയും നമസ്കാരം നിലനിർത്തുകയും നാം നൽകിയതിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചെലവഴിക്കും. ഇവിടെ വന്നിട്ട് ചോദിക്കുക, എന്താ നിങ്ങൾക്ക് വേണ്ടത്? 5000 രൂപയുടെ കയ്യിലുണ്ട്, അതുകൊണ്ട് എന്തെങ്കിലും നടക്കുമോ? ഇതാ അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കുക. അതുകൊണ്ടാണ് തിജാറത്തൻ തുൻജീകും മിൻ അദാബിൻ അലീം, വേദനാജനകമായ സൂറത്ത് സഫിലെ 9, 10, 11 വേദനാജനകമായ നരകശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരു കച്ചവടം. എന്താ? തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലികും, സ്വത്ത് കൊണ്ടും ശരീരം കൊണ്ടും. ഇന്നല്ലാഹ ഇസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. സൂറത്ത് തൗബ 111-ാമത്തെ വചനം. ശരീരവും സമ്പത്തും റബ്ബിനെ സമർപ്പിക്കുക. ബിഅന്ന ലഹുമുൽ ജന്ന, സ്വർഗ്ഗം പകരം തരാം എന്ന കണ്ടീഷൻ. ഏതു സ്വർഗ്ഗം? വസാരി ഇലാ മഅ്ഫിറത്തുൻ മിർ റബ്ബിക്കും വജന്നത്തുൻ അർളുഹാ സമാവാത്, ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗ്ഗം. ആ സ്വർഗ്ഗമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. 3-ാം അധ്യായം 133, 134, 135. അപ്പൊ ഇങ്ങനെ ഖുർആൻ പഠിക്കാനും മനസ്സിലാക്കാനും തദനുസൃതമായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ഇൻഷാ അല്ലാഹ് ഇശാ ജമാഅത്തായി നമസ്കരിച്ച് അനന്തര സുന്നത്തൊക്കെ നിസ്കരിച്ച് നമുക്ക് പിരിയാം. സർവശക്തനായ റബ്ബ് ഈ യുദ്ധത്തിന് വലിയൊരു കൂലി നൽകുമാറാകട്ടെ. ഈ 2-ാം തീയതി നമ്മുടെ പരിപാടിയുണ്ട്. ഹദീസ് നിഷേധികൾക്കെതിരെ, മുഅ്തസിലികൾക്കെതിരെ അതിശക്തമായ നമ്മുടെ പോരാട്ടം പരപ്പനങ്ങാടിയിൽ തുടരുകയാണ്. 2-ാം തീയതി വീണ്ടും നമ്മുടെ ഖണ്ഡനമുണ്ട്. 2 ഖണ്ഡനമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ പറയാനുണ്ട്. അത് വിജയിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക, സാമ്പത്തികമായി സഹായിക്കുക. ആ ആലിമുകൾക്ക് ഭംഗിയായി യാതൊരു വ്യക്തിവിരോധവുമില്ലാതെ, പക്ഷപാതിത്വമില്ലാതെ അത് അവതരിപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. എല്ലാ നല്ല കാര്യങ്ങളിലും പങ്കാളികളാവുക. ഇവിടുത്തെ മക്കളുടെ കാര്യത്തിൽ പ്രത്യേകം പ്രാർത്ഥിക്കുക. ഇവിടെ പഠിക്കുന്ന ഓരോ കുട്ടികൾക്കും വിജയമുണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യുക. അവരുടെ നാടുകളിലേക്ക് ഈ പ്രകാശമേന്തി, ഈ കൈത്തിരി ഏന്തി, ഈ വെളിച്ചം പകർന്നു കൊടുക്കുന്നവരാകാനുള്ള ഇഖ്ലാസ് അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടി ദുആ ചെയ്യുക. അള്ളാഹു നിങ്ങൾക്കത് നൽകുമാറാകട്ടെ. അള്ളാഹു നിങ്ങൾക്ക് ഇൽമ നൽകുമാറാകട്ടെ. അറിവാണ് ഏറ്റവും വലിയ ആയുധം. അറിവ് കൊണ്ടേ വിജയിക്കുള്ളൂ. ആ അറിവ് നേടുന്ന ഏറ്റവും വലിയ സമ്പാദ്യം നേടുന്നവരായി അള്ളാഹു നമ്മെ പരിവർത്തിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ തിന്മകൾ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കുറ്റങ്ങൾ അള്ളാഹു ഇല്ലാതാക്കി തരുമാറാകട്ടെ. നമ്മുടെ ചെറിയ കൊച്ചു നന്മകൾ പോലും പർവ്വത സമാനമായി അള്ളാഹു വളർത്തി വലിയ കൂലി നൽകുമാറാകട്ടെ. നമ്മുടെ തിന്മയെ അള്ളാഹു മായ്ച്ചു കളയുമാറാകട്ടെ. നമുക്ക് അള്ളാഹു പകരം പുണ്യം നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.